നമസ്കാരം. സി എ ഇൻ്ററിൻ്റെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിൻ്റെ ക്യുക്ക് റിവിഷൻ ക്ലാസ്സസ് ആണ്. അതിൽ ഒത്തിരി ലെക്ചേഴ്സ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാർജ് ഉണ്ടായിരുന്നു, പ്രോസ്പെക്ടസ് ഉണ്ടായിരുന്നു, ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒത്തിരി ചാപ്റ്റേഴ്സ് അങ്ങനെ കവർ ചെയ്തു. അതിൽ ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെട്ട മറ്റൊരു ചാപ്റ്ററാണ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിനാണ് ഇന്ന് ക്യുക്ക് റിവിഷൻ. ഇതൊരു ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ്. കേട്ട് പഠിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം മലയാളത്തിലുള്ള ഒരു ലെക്ചറിങ് ആണ്. പിന്നെ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലോ പ്രൈവറ്റ് മെറ്റീരിയലോ നിങ്ങളുടെ ലേൺഡ് ഫാക്കൽറ്റീസ്, നിങ്ങൾ ക്ലാസ്സിന് പോകുന്ന ഫാക്കൽറ്റീസിൻ്റെ നോട്ട്സും കൂടെ റെഫർ ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ഒരു മൊത്തത്തിലൊരു സബ്ജക്റ്റ് ഗെയിനിങ്ങും സക്സസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ വി ഗോ. അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് ആണ് നമ്മളിപ്പോൾ നോക്കുന്ന ചാപ്റ്റർ. കമ്പാരിറ്റീവ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ്. അതിൽ കോപ്പിറൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്. നമുക്കതിലൊരു റൈറ്റും ഇല്ല. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടിന് വെസ്റ്റഡ് ആയിരിക്കുന്നതാണ്. അതൊരു ഡിസ്ക്ലൈമർ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ബേസിക്കലി പഠിക്കാനുള്ളത് അക്കൗണ്ട്സിൻ്റെ ബേസിക്സ്, ബുക്സ് ആൻഡ് പേപ്പേഴ്സ്, ഏതൊക്കെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, ആരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അല്ലേ, അതൊരു സൈഡ്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയുണ്ട്, അതൊക്കെ ആരാണ് സൈൻ ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോൾ AGM-ൽ വെക്കണം, ബോർഡ്സ് റിപ്പോർട്ട് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഡീൽ ചെയ്യുന്നത്. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ അകത്താണ് CSR പാർക്ക് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പ്രത്യേകിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, അല്ലേ, ക്വിക്ക് റിവിഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ സമയം കളയണ്ട, ക്വിക്കായിട്ട് തന്നെ എന്ത് ചെയ്തില്ല കവർ ചെയ്ത് കളയാം. കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 128 മുതൽ 138 വരെ, സെക്ഷൻ 128 to 138 വരെ ഡീൽ ചെയ്യുന്നത് അക്കൗണ്ട്സ് ബന്ധപ്പെട്ടതാണ്. ചാപ്റ്റർ 10 എന്ന് വെച്ചാൽ കമ്പനീസ് ആക്ടിലെ ചാപ്റ്റർ 10ൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിലെ ആദ്യം ഓപ്പണിംഗ് സെക്ഷൻ 128 ആണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനി ടു ബി കെപ്റ്റ് ബൈ എ കമ്പനി. കമ്പനി അറിയാലോ അല്ലേ, മറ്റുള്ള ഓർഗനൈസേഷൻസ് പോലെയല്ല. കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ആകുമ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനും ഓഡിറ്റിനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനും വളരെ റിലവൻസും വളരെ സീരിയസും ഉള്ളൊരു ഒരു ബിസിനസ് ഫോമാണ് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ എവറി കമ്പനി ഷാൽ പ്രിപ്പയർ, അല്ലെ, 3 കാര്യങ്ങൾ പറയുന്നുണ്ട്: ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ബുക്സ് ആൻഡ് പേപ്പേഴ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ബുക്സ് ആൻഡ് പേപ്പേഴ്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും വച്ചിരിക്കേണ്ട സ്ഥലം, കമ്പനിക്ക് ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ട്. ആ രജിസ്റ്റേർഡ് ഓഫീസിലാണ് അത് സൂക്ഷിക്കേണ്ടത്. രജിസ്റ്റേർഡ് ഓഫീസിൽ വയ്ക്കാത്ത പക്ഷം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മറ്റൊരു സ്ഥലത്ത് വേണമെങ്കിൽ മാറ്റിവെക്കാം. ഇന്ത്യയിൽ തന്നെ രജിസ്റ്റേർഡ് ഓഫീസിൽ അല്ലാതെ മറ്റൊരു സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ മാറ്റിവെക്കാം. അതിന് പ്രത്യേക പ്രൊവിഷൻ ഉണ്ട് കമ്പനീസ് ആക്ടിൽ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അക്കൗണ്ട്സും ബുക്സ് ആൻഡ് പേപ്പേഴ്സും ഒക്കെ ഇൻസ്പെക്ഷൻ വിധേയമാണ്. 8 വർഷത്തേക്കാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ലാസ്റ്റ് എൻട്രി ഇട്ട് 8 വർഷം വരെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഈ പ്രൊസീജിയേഴ്സ് പാലിക്കാത്ത ഓഫീസേഴ്സിനും അതുപോലെ തന്നെ കമ്പനിക്കും അതിൻ്റെ പെനാൽറ്റി ഉണ്ടാവും. 1 വർഷം വരെ ജയിൽ ശിക്ഷയും 50,000 മുതൽ 5 ലക്ഷം വരെ പെനാൽറ്റിയും ഉണ്ട്. അല്ലെങ്കിൽ രണ്ടും കൂടെ ജയിൽ ശിക്ഷയും പെനാൽറ്റിയും കൂടെ ചേർത്ത് അനുഭവിക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് അത്ര റിലവൻ്റ് അല്ല എങ്കിൽ പോലും ഒന്ന് അറിഞ്ഞു പോകണം. ജനറൽ റിക്വയർമെന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്താലും, എന്ത് ബുക്സ് ആൻഡ് പേപ്പേഴ്സ് മെയിൻറ്റെയിൻ ചെയ്താലും, എന്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്താലും ബേസിക്കലി 3 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, അത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, സിംഗിൾ എൻട്രി സിസ്റ്റത്തിലല്ല. 2, അക്രൂവൽ ബേസിസിലാണ് നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ക്യാഷ് ബേസിസിലല്ല. 3, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം, ഇറ്റ് ഷുഡ് റിഫ്ലക്ട് ദ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ കമ്പനി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, പറയേണ്ട ആവശ്യമില്ല. CA പഠിക്കുന്ന കുട്ടികൾക്ക് ട്രൂ ആൻഡ് ഫെയർ വ്യൂ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഇറ്റ് ഷുഡ് റിഫ്ലക്ട് ദ ട്രൂ ആൻഡ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനി എന്ന് പറയുമ്പോൾ അതിന് പ്രോഫിറ്റബിലിറ്റി ആയാലും കൊള്ളാം, അല്ലെങ്കിൽ അതിൻ്റെ അസറ്റ്സിൻ്റെ നിലവാരമായാലും, അല്ലെങ്കിൽ അതിൻ്റെ ലയബിലിറ്റീസിൻ്റെ കേസിലായാലും, ചുരുക്കി പറഞ്ഞ് മൊത്തത്തിൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് അറിയാം. ഇവിടെ പഠിക്കേണ്ട ഒരു ഡെഫിനിഷൻ ഉണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് പ്രത്യേകിച്ച് ഡെഫിനിഷൻ ഉണ്ട്, 2/13. അതൊന്ന് റെഫർ ചെയ്ത് പോകണം. ഏത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് കമ്പനീസ് ആക്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ സെക്ഷൻ 2/13 പറയുന്നുണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ 4 കാര്യങ്ങൾ ബേസിക്കലി അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം, അല്ലേ. 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 4 കാര്യങ്ങൾ ഉണ്ടാവേണ്ടത്: ഓൾ മണീസ് റിസീവ്ഡ് ആൻഡ് ഓൾ മണി സ്പെൻഡ്, അതായത് റിസീപ്സും പേയ്മെന്റ്സും ബന്ധപ്പെട്ടത്. 2, ഓൾ സെയിൽസ് ആൻഡ് പർച്ചേസസ്, സെയിൽസും പർച്ചേസും ബന്ധപ്പെട്ടതും. 3, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും ബന്ധപ്പെട്ടതും. 4, മാനുഫാക്ചറിംഗ് കൺസേൺ ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റിംഗ് റെക്കോർഡ്സ്, ലേബർ യൂട്ടിലൈസേഷനെ കുറിച്ചും ഓവർ ഹെഡ്സിനെ കുറിച്ചും കോസ്റ്റിംഗ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ കുട്ടികളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് ഇനി മുതൽ കമ്പനീസ് ആക്ടിൽ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2/13 പ്രകാരം 4 കാറ്റഗറി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എല്ലാ റിസീപ്സും പേയ്മെന്റ്സും ബന്ധപ്പെട്ടതും 1, 2 എല്ലാ സെയിൽസും പർച്ചേസും ബന്ധപ്പെട്ടതും, 3 എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും ബന്ധപ്പെട്ടും, അവസാനം മാനുഫാക്ചറിംഗ് കൺസേൺ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി കോസ്റ്റിംഗ് റെക്കോർഡ്സും കൂടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ 4 കാറ്റഗറിയും കൂടെ ചേർത്താണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് കമ്പനീസ് ആക്ടിൽ പറയാം. അടുത്ത ഡിസ്കഷൻ 128 നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 128(1) പ്രകാരം പ്ലേസ് ഓഫ് കീപ്പിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പൊതുവെ ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്പനിയുടെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിലാണ്.
കോർപ്പറേറ്റ് ഓഫീസ്, ഹെഡ് ഓഫീസ്, ബ്രാഞ്ച് ഓഫീസ് പല പല പേര് പറയുമെങ്കിലും നമ്മളെ സംബന്ധിച്ചോളം രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ ഏത് അഡ്രസ്സിനെയാണോ രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ അഡ്രസ്സിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എന്നാൽ കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 128 കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഈ സ്ഥലത്തല്ലാതെ മറ്റു സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാം. അതിന് രജിസ്റ്റർ ഓഫ് കമ്പനീസിന് നമ്മൾ പുതിയ അഡ്രസ്സ് എവിടെയാണെന്നുള്ള കാര്യം ഇത് മാറ്റിവെച്ച് 7 ദിവസത്തിനകത്ത് അറിയിക്കണം. അപ്പോൾ ബേസിക് റിക്വയർമെന്റ് ഇത്രയേ ഉള്ളൂ. ബോർഡ് ക്യാൻ ഡിസൈഡ്, ബോർഡ് മീറ്റിംഗിൽ ഒരു ഡിസിഷൻ എടുത്ത് പുതിയ അഡ്രസ്സ് തീരുമാനിക്കാം. രജിസ്റ്റർഡ് ഓഫീസിലല്ലാതെ എവിടെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തീരുമാനിക്കാം. എന്നാൽ അങ്ങനെ തീരുമാനിച്ചത് 7 ദിവസത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ഓഫ് കമ്പനീസിന് അതിന്റെ പുതിയ അഡ്രസ്സ് എവിടെയാണെന്നതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഫോം വഴി നമ്മൾ എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം. അതാണ് റിക്വയർമെന്റ്. അവിടെ നിന്ന് ഒരു ചോദ്യം വരാം. പക്ഷേ ഇന്ത്യയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ മാറ്റിവെക്കാൻ പറ്റത്തുള്ളൂ, ഇന്ത്യക്കകത്ത് മാത്രം. അടുത്ത ഡിസ്കഷൻ റൂൾ 3 ഓഫ് കമ്പനി അക്കൗണ്ട്സ് റൂൾസ് 2014 പ്രകാരം ഇനി മുതൽ, അതായത് പുതിയ കമ്പനീസ് ആക്ടിനും ഈ റൂൾസ് വന്നതിന് ശേഷം അക്കൗണ്ട്സ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് ഫോമിൽ വയ്ക്കാം. അത് ബന്ധപ്പെട്ട് ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്, അത് പാലിക്കണമെന്നുള്ളൂ. പ്രത്യേകിച്ച് അതിന്റെ സെക്യൂരിറ്റിയെക്കുറിച്ചും സെക്യൂരിറ്റിനെക്കുറിച്ചും ഇലക്ട്രോണിക് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളും അതിന് എന്ത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നു, അത് എന്ത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നു എന്ന് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ നോക്കിയിരിക്കണം. അപ്പോൾ പൊതുവെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ആ കമ്പനി അല്ലെങ്കിൽ കമ്പനിയുടെ ബോർഡ് എന്ത് ചെയ്യണം, രജിസ്റ്റർ ഓഫ് കമ്പനീസിന് ഇത് ഒരു ഇലക്ട്രോണിക് ഫോമിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ആനുവൽ ബേസിസിൽ അറിയിക്കണം ഇത് ഇലക്ട്രോണിക് ഫോംസിലാണ് വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. ഇലക്ട്രോണിക് ഫോമിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ഏത് സർവീസ് പ്രൊവൈഡറാണ് ആ സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യണമെന്നും അതിൻ്റെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അല്ലെ IP അഡ്രസ് എന്നൊക്കെ പറയും, അത് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും സെർവർ എവിടെയാണ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് ലൊക്കേഷൻ ഡീറ്റെയിൽസും അടങ്ങിയ നമ്മൾ ഡീറ്റെയിൽസും കൂടെ എന്ത് ചെയ്യണം, രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്യണം. അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാനുവൽ ഫോമിൽ തന്നെ വെക്കണോ, വേണ്ട, ഇലക്ട്രോണിക് ഫോമിൽ വയ്ക്കാം. പക്ഷേ റൂൾ 3 ഓഫ് കമ്പനീസ് അക്കൗണ്ട്സ് റൂൾസ് 2014 പാലിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, അത് ഫയൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വച്ചിരിക്കാനായിട്ട്. അടുത്ത ചോദ്യം ബ്രാഞ്ച് ഓഫീസിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം വലിയ കമ്പനികളിലെല്ലാം പല ടൈപ്പ് ഓഫ് ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് പൊതുവെ പരാമർശപ്പെടുന്നുണ്ട്. അപ്പോൾ ബ്രാഞ്ച് ഓഫീസിൽ അക്കൗണ്ട്സ് ബ്രാഞ്ച് ഓഫീസ് തന്നെ വെച്ചാൽ മതി. പക്ഷേ സമ്മറൈസ് റിപ്പോർട്ട്സ് എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ രജിസ്റ്റർ ഓഫീസിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിന് അറിയിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ബ്രാഞ്ച് ഓഫീസിന് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബ്രാഞ്ചിൽ തന്നെ ഇരുന്നാൽ മതി. സമ്മറൈസ് റിപ്പോർട്ട്സ് എന്ത് ചെയ്യണം, നമ്മൾ കോർപ്പറേറ്റ് ഓഫീസ് അതായത് രജിസ്റ്റർഡ് ഓഫീസിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിയിച്ചിരിക്കണം. അടുത്ത ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്, കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മാത്രമേ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളൂ. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് അതോറിറ്റി ഇല്ല. ഇത് ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് തോന്നുന്ന ഏരിയയാണ്. സ്വന്തം ഓണേഴ്സിന് എന്തുകൊണ്ട് ബുക്സ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്തുകൂടാ? അങ്ങനെ ഇൻസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ബുക്സ് എല്ലാം ഉണ്ടാക്കി അത് ക്ലോസ് ചെയ്ത് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആർക്ക് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്, ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ടിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള പവർ ഡയറക്ടേഴ്സിന് മാത്രമേ ഉള്ളൂ, ആർക്കില്ല, ഷെയർ ഹോൾഡേഴ്സിനില്ല. ഡയറക്ടേഴ്സിന് ഇന്ത്യയിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വേണമെന്നുണ്ടെങ്കിൽ റെപ്രസെന്റേറ്റീവ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ റെപ്രസെന്റേറ്റീവ് വിശ്വസ്തനും ട്രസ്റ്റ്വർത്തിയുമായിട്ടുള്ള ആളായിരിക്കണം. അദ്ദേഹം ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യത്തില്ല, മിസ്യൂസ് ചെയ്യത്തില്ല. ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബ്രിട്ടീഷ് കേസുണ്ട്, എന്താണ് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്കും വേണമെന്നുണ്ടെങ്കിൽ അത് റെപ്രസെന്റേറ്റീവ് വഴി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ടറിന് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യാം. പക്ഷേ റൂൾ 4 സബ് റൂൾ 4 ഒരു പരാമർശം പറയുന്നുണ്ട്, ഡയറക്ടേഴ്സ് ക്യാൻ സീക്ക് ദ ഇൻഫർമേഷൻ ഓൺലി ഇൻഡിവിജ്വലി ആൻഡ് നോട്ട് ത്രൂ ഹിസ് ഏജന്റ്സ് ഓർ അറ്റോർണി വിത്ത് റെസ്പെക്ട് ടു ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് മെയ്ഡ് ഇൻ ഔട്ട്സൈഡ് ദ കൺട്രിയാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ത്യയിലിരിക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എന്താണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സംബന്ധിച്ചോളം ഡയറക്ടർ നേരിട്ടോ അല്ലെങ്കിൽ ഡയറക്ടറിന് ഒരു ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഒരു ഏജന്റ് വഴി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, നമുക്ക് അതിനെ ഇൻസ്പെക്ട് ചെയ്യാവുന്നതാണ്. പുറത്തുള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റത്തില്ല എന്നുള്ളതാണ് ആ റൂളിന്റെ പരാമർശം. അടുത്ത ഡിസ്കഷൻ പീരീഡ് ഓഫ് പ്രിസർവേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, പീരീഡ് വളരെ ഫേമസ് ആയിട്ടുള്ള ഏരിയയാണ് പീരീഡ് ഓഫ് പ്രിസർവേഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ലാസ്റ്റ് എൻട്രി ഇട്ട് 8 വർഷം വരെയാണ് നമ്മൾ കമ്പനീസ് ആക്ടിൽ എന്ത് ചെയ്യേണ്ടത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അത് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും അറിയാവുന്നത്. അത് വലിയ ഡീറ്റെയിൽസ് ഒന്നുമില്ല. എങ്കിൽ ലാസ്റ്റ് എൻട്രി ഇട്ട് 8 years വരെ നമ്മൾ എന്ത് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ അതിനുള്ള പെനാൽറ്റി ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയൊരു നല്ലൊരു ഏരിയ ആണ് എന്താണ്, പേഴ്സൺസ് റെസ്പോൺസിബിൾ ഫോർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻ്റെനൻസ്. ആരാണ് ഒരു കമ്പനിയിൽ പോകുമ്പോൾ ഒരു കമ്പനിയിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ലീഗൽ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഈ പറയുന്ന കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു ആൾക്കാർ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓതറൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ദ ആക്ട് വിൽ പ്രിസ്യൂം ദീസ് പേഴ്സൺസ് ഓർ ദ പേഴ്സൺസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ എ കമ്പനി. ആരൊക്കെയാണ്? ഓഫ് കോഴ്സ് MD, 2 ഹോൾ ടൈം ഡയറക്ടർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസിന് അവർ ഹോൾ ടൈം ഡയറക്ടർ ഫിനാൻസ് എന്നൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹം. 3 ഓഫ് കോഴ്സ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഫിനാൻസിന് വേണ്ടിയുള്ള ഒരു കീ മാനേജറൽ പേഴ്സൺ ആണ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. 4 എനി അതർ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ ബോർഡ്. അപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് എന്ന് വെച്ചാൽ പണ്ട് ഈ പറഞ്ഞ പോലെ ആരെ പിടിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ സംഭവിച്ചോളം വളരെ ക്ലിയർ ആണ്. ഉദാഹരണം പറഞ്ഞുകൊണ്ട് കമ്പനി സെക്രട്ടറിമാർ കമ്പനിയിൽ വളരെ കീ റോൾ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിലും അക്കൗണ്ട്സിൽ പൊതുവെ SMB സെക്ടറിലുണ്ടെങ്കിലും വലിയ ലാർജ് സ്കെയിൽ സെക്ടറിൽ കമ്പനി സെക്രട്ടറീസ് റോൾ പ്ലേ ചെയ്യാറില്ല. ഈ ആക്ട് വന്നതിന് ശേഷം വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ കമ്പനി സെക്രട്ടറി ഇല്ല. പക്ഷേ ബോർഡിന് ഏത് ഓഫീസറിനെയും വേണമെന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കാം. എങ്കിലും ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MD,
ഹോൾ ടൈം ഡയറക്ടർ ഇൻചാർജ് ഓഫ് ഫിനാൻസ് ഇഫ് ഉണ്ടെങ്കിൽ അടുത്ത CFO, നാലാമത് ഏതൊരു ഓഫീസറിനെയും ബോർഡ് റെസൊല്യൂഷൻ വേണ്ടി ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓഫീസർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. ആരാണ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരു കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ലയബിൾ ആണെന്നതിനെ കുറിച്ച് കമ്പനി സൈക്കിൾ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ നല്ലൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ ഏരിയ ആണ്. പെനാൽറ്റി വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയ അല്ല. കുട്ടികളെ അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്ഷൻ 128 ആണ്. 128 പറഞ്ഞെങ്കിൽ ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, എവിടെ മെയിൻറ്റെയിൻ ചെയ്യണം, ആര് മെയിൻറ്റെയിൻ ചെയ്യണം, കേട്ടല്ലോ. ഈ 3 കാര്യങ്ങളാണ്. പിന്നെ പ്ലസ് ഇൻസ്പെക്ഷനെ കുറിച്ച് മാർക്കരുത്, അതിനെക്കുറിച്ചും കൂടെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ സെക്ഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സെക്ഷൻ 129 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബേസിക്കലി 3 ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് കമ്പനിയിൽ വേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്. ഈ 3 നമ്മൾ എന്ത് ചെയ്യുന്നത്, പൊതുവെ ബേസിക്കലി സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് ബന്ധപ്പെട്ടുള്ള ഷെയർ ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്, ഇക്വിറ്റി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, അതൊക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പനികൾക്ക് ഉണ്ടാകും. ബേസിക്കലി ദ പ്രോപ്പർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 3 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ, അടുത്തത് ബാലൻസ് ഷീറ്റ്. അല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡീൽസ് വിത്ത് പ്രോഫിറ്റും ലോസും, അതുപോലെ തന്നെ CFS അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡീൽസ് വിത്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്പറേറ്റിംഗ് ക്യാഷ്, അതിൻ്റെ കാര്യങ്ങൾ. അസറ്റ്സും ലയബിലിറ്റീസും ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളെന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് 3 ഒരു കമ്പനിയിലെ സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ അതറിയാം. ഇനി അതൊന്നും വലിയ ആവശ്യമുള്ളതല്ല. ഷെഡ്യൂൾ 3 ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാലൻസ് ഷീറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ടാക്കേണ്ടത്. നിങ്ങൾക്കറിയാം. ട്രൂ ആൻഡ് ഫെയർ വ്യൂ, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില കാറ്റഗറി ഓഫ് കമ്പനീസ് ഉണ്ട്, ലൈക്ക് ഇൻഷുറൻസ് കമ്പനി, അതുപോലെ ബാങ്കിങ് കമ്പനി, ഇങ്ങനെയൊക്കെ ഇലക്ട്രിസിറ്റി കമ്പനി, ഇങ്ങനത്തെ കമ്പനികൾക്ക് പ്രത്യേകം എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ആക്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് കമ്പനിക്ക് IRDA ആക്ട് 1999, ഇൻഷുറൻസ് ആക്ട് 1938 ഉണ്ട്. ബാങ്കിങ് കമ്പനിക്ക് ബാങ്കിങ് റെഗുലേഷൻ BR ആക്ട് എന്ന് പറയുന്നത് 1949 ഉണ്ട്. ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനിക്ക് ഇലക്ട്രിസിറ്റി ആക്ട് 2003 ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതാത് ആൾക്കാർക്ക് അവരവരുടെ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷനെ വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മളെ കമ്പനിയിലോ കംപ്ലൈ ചെയ്യാനായിട്ട്. അതുകൊണ്ട് അതും കൂടെ കംപ്ലൈ ചെയ്യണം എന്നർത്ഥം, അല്ലേ. യു ഹാവ് ടു കംപ്ലൈ വിത്ത് സ്പെസിഫിക് റിക്വയർമെന്റ്സ് ഓഫ് ദെയർ ഓൺ ലോസ് ഓൾസോ. പിന്നെന്താ പറയണ്ടേ, CFS അറിയാം. സബ്സിഡറി കമ്പനീസ് ഉള്ള കമ്പനീസ് എന്ത് ചെയ്യണം, സബ്സിഡീസ് കമ്പനീസിനെയും കൂടെ ചേർത്തുകൊണ്ട് ആദ്യത്തെ ഒരു ഒറ്റ കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ സ്റ്റാൻഡ് അലോൺ ബാലൻസ് ഷീറ്റും സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പറയും. സബ്സിഡി കമ്പനീസ് ഉണ്ടെങ്കിൽ അതും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കേണ്ടി വരും. അതിനാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ CFS എന്ന് പറയുന്നത്. അത് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഫയൽ ചെയ്യേണ്ട ഫോമാണ് AOC 1 എന്ന ഫോമിലാണ് വർഷം തോറും ROCയിൽ ആനുവൽ അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഫയൽ ചെയ്യേണ്ടത്. XBRL എക്സ്റ്റെൻസിബിൾ ബിസിനസ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ AOC 1 XBRL എന്ന ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഐ റിപ്പീറ്റ് അഗെയിൻ, വർഷം തോറും ബാലൻസ് ഷീറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ROCയിൽ ഫയൽ ചെയ്യേണ്ട ഫോം AOC 1 ആണ്. XBRL ഫോർമാറ്റിൽ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ AOC 1 XBRL ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ CFS ആണെങ്കിൽ AOC 1 CFS എന്ന് പ്രത്യേക ഫോമുണ്ട്, അതും കൂടെ ഫയൽ ചെയ്യേണ്ടി വരും. അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്രത്തോളം ഇന്റർമീഡിയറ്റ് ലെവലിലെ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമില്ലെങ്കിൽ പോലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി എന്താണെന്ന് നോക്കാം. അപ്പോൾ CFSന് എക്സംഷൻ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. അത്രത്തോളം ഒരു എക്സിക്യൂട്ടീവ് ലെവലിൽ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവലിൽ അത്ര അത്യാവശ്യം അല്ലെങ്കിൽ ഒന്ന് നോക്കി വെക്കുന്നതിൽ തെറ്റില്ല, അല്ലേ. നമുക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും വിടണ്ട, എല്ലാം പഠിച്ചു വെച്ചു. അക്കൗണ്ട്സും ഓഡിറ്റും ഓഡിറ്റേഴ്സ് ബന്ധപ്പെട്ട ഏരിയയിൽ ഒന്നും വിടാൻ നിൽക്കേണ്ട, മുഴുവൻ പഠിച്ചു പോകുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും വരാറുണ്ട്, ക്ലാസ് എടുക്കുമ്പോൾ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ഭാവിയിൽ നമുക്ക് ഫൈനൽ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒത്തിരി പേര് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പിശുക്കും വേണ്ട, നല്ല ഈ ഏരിയസ് പഠിച്ചിരിക്കണം. ഇനി നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആ ഏരിയ കഴിഞ്ഞു, അതിൻ്റെ പ്രൊവിഷൻസും വലിയ ആവശ്യമില്ല. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താൽ, അല്ലെ, ആരെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഓതറൈസ് ചെയ്യുന്നത്, MD, ഹോൾ ടൈം ഡയറക്ടർ ഫിനാൻസ്, CFO, എനി അതർ പേഴ്സൺ. അപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ റീ ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട്സ് ആണ്. പുതിയൊരു ഏരിയയാണ്. കമ്പാരിറ്റീവ്ലി 2013 ആക്ടിൽ കൊണ്ടുവന്നെങ്കിൽ കുറേ വർഷത്തിന് ശേഷം അല്ലെങ്കിൽ കുറേ സമയത്തിന് ശേഷമാണ് ഈ സെക്ഷൻ നോട്ടിഫൈ ചെയ്തത്. സെക്ഷൻ 130 നിങ്ങൾക്കറിയാമായിരിക്കുമല്ലേ. ഒരിക്കൽ നമ്മൾ അക്കൗണ്ട്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ റീ ഓപ്പൺ ചെയ്യുന്ന പരിപാടി കമ്പനീസ് ആക്ടിലില്ല, പക്ഷേ ഇൻകം ടാക്സിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ ലോയിൽ കമ്പനീസ് ആക്ടിൽ റീ ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്നൊരു പുതിയൊരു ഏരിയ കൂടെ വന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിന് ശേഷമുള്ളത് നമുക്കൊരു അടുത്ത പാർട്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത് സെക്ഷൻ 128 സെക്ഷൻ 129 130 മുതൽ അടുത്തൊരു എഡിഷനായിട്ട് നമുക്ക് ഇതിൻ്റെ ബ്രേക്കിന് ശേഷം നമുക്ക് ഹാൻഡിൽ ചെയ്യാം. താങ്ക് യു. സോ 128 129 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 130 ആണ്. റീ ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓൺ കോർട്ട് ഓർ ട്രിബ്യൂണൽസ് ഓർഡർ ആണ്. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ
പണ്ട് അക്കൗണ്ട്സ് ഒരിക്കൽ നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ. എന്നാൽ പുതിയ കമ്പനീസ് ആക്ടിൽ നമുക്ക് റീ ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട്സിന് വകുപ്പുണ്ട്. പക്ഷേ അതിനെന്ത് ചെയ്യണം? അതിന് കോടതിയുടെയോ ഈ പറഞ്ഞ ട്രിബ്യൂണലിൻ്റെയോ നാഷണൽ കമ്പനി ട്രിബ്യൂണലിൻ്റെയോ ഓർഡറിൻ്റെ ആവശ്യമാണ്. സെക്ഷൻ 130. അപ്പോൾ ഈ ചാർട്ടിൽ തന്നെ വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. എന്താണ് ഇതിനാദ്യം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. എങ്ങനെയാണ്? സെൻട്രൽ ഗവൺമെൻറ്റോ സെബിയോ ഇൻകം ടാക്സ് അതോറിറ്റീസോ മറ്റൊരു സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡിയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ അത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യണം. കോടതിയിലോ ഹോണറബിൾ ഹൈക്കോർട്ടിലോ ഹോണറബിൾ നാഷണൽ കമ്പനിയിലോ ട്രിബ്യൂണലിലോ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഹിയറിംഗും മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കോടതി അതിനെ ഓർഡർ ഇടുകയും ഏർലി അക്കൗണ്ട്സ് ചെയ്ത എന്താ പറയുക 2 ഗ്രൗണ്ട്സിലാണ് ബേസിക്കലി ഉണ്ടാകുന്നത്. ഒന്ന്, ഈ പറഞ്ഞ ഏർലിയിൽ ഓൾറെഡി ക്ലോസ് ചെയ്ത അക്കൗണ്ട്സ് ഫ്രോഡലന്റ് മാനറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നു. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്പനിയുടെ അഫയേഴ്സ് മിസ്മാനേജ് ചെയ്യുന്നു. പൊതുവേ ഒരു പ്രൈമ ഫേസ് എവിഡൻസ് ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? കോടതി അല്ലെങ്കിൽ ട്രിബ്യൂണൽ അതിന് അനുവദിക്കുന്നത്, ഈ അക്കൗണ്ട്സ് റീ ഓപ്പൺ ചെയ്യാനായിട്ട് അനുവദിക്കുന്നത്. അതിനുശേഷം മറ്റുള്ള പാർട്ടീസിന് നോട്ടീസ് കൊടുത്തതിന് ശേഷവും റെപ്രസെൻറ്റേഷനും മറ്റുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷം അതിനനുസരിച്ചുള്ള ഓർഡർ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ കുട്ടികൾ പഠിക്കേണ്ടത് ഏതൊക്കെ സാഹചര്യങ്ങളാണ് അക്കൗണ്ട്സ് റീ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്, പോയിന്റ് നമ്പർ 1. ഏതൊക്കെ ആൾക്കാർ അപ്ലൈ ചെയ്താണ് അക്കൗണ്ട്സ് റീ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്, പോയിന്റ് നമ്പർ 2. 3, അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്. അങ്ങനെ 3 കാര്യങ്ങൾ മാത്രം ഈ ഏരിയയിൽ പഠിച്ചാൽ മതിയാവും. ഐ റിപ്പീറ്റ് അഗെയിൻ, ഏതൊക്കെ സാഹചര്യങ്ങളിൽ അക്കൗണ്ട്സ് റീ ഓപ്പൺ ചെയ്യാൻ പറ്റും അണ്ടർ സെക്ഷൻ 130, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഓർഡർ കോടതിയും അതുപോലെ ട്രിബ്യൂണലും അത് അക്സെപ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ മറ്റുള്ള ആക്സിഡൻ്റൽ ആയിട്ടുള്ള കോൺസിക്വൻസ് എന്താണ്. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് റീ ഓപ്പൺ ചെയ്യുന്ന പ്രൊവിഷനാണ് സെക്ഷൻ 130 ഇത് പറയുമ്പോൾ അതിൻ്റെ മറ്റുള്ള ചെറിയ പ്രൊസീജിയേഴ്സ് ഉണ്ട്, നോട്ടീസ് അയക്കുന്നതിനെ കുറിച്ചും കാര്യങ്ങളുണ്ട്. അത്രത്തോളം പ്രൊസീജിയർ വൈസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട എങ്കിൽ പോലും ഒരു ബേസിക് നോളജിലോട്ട് ഈ ഏരിയ പഠിച്ചാൽ മതിയാവും. അടുത്ത ഇതേപോലെ ഒരു സെക്ഷനാണ് സെക്ഷൻ 131. മറ്റത് കോടതിയുടെയോ എന്താ പറയുക ട്രിബ്യൂണലിൻ്റെയോ ഓർഡറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നു? നമ്മൾ റീ ഓപ്പൺ ചെയ്യണം. എന്നാൽ ഇതങ്ങനെയല്ല. അടുത്ത സെക്ഷൻ 131 നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു? വോളണ്ടറി ആയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അത് കോടതിയുടെ എന്താ പറയുക ട്രിബ്യൂണലിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് അല്ല, നമ്മൾ തന്നെ വോളണ്ടറി ആയിട്ടാണ് എന്ത് ചെയ്യുന്നു? റിവൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സോ ബോർഡ്സ് റിപ്പോർട്ടോ അത് നമ്മൾ വ്യത്യാസം. നമ്മൾ ബേസിക്കലി എന്താ പറയുക 130 എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 130 എന്ന് പറയുന്നത് അക്കൗണ്ട്സ് റീ ഓപ്പണിനെ കുറിച്ചാണ്. അക്കൗണ്ട്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റീ ഓപ്പണിനെ കുറിച്ചാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല. നേരെ മറിച്ച് 131 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയൽ ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഫയൽ ചെയ്ത ബോർഡ്സ് റിപ്പോർട്ട് എന്താണ് വോളണ്ടറി ആയിട്ട് റിവൈസ് ചെയ്യുന്നതാണ്. ബേസിക്കലി കമ്പനിയുടെ ബോർഡാണ് അത് തീരുമാനിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സോ അണ്ടർ സെക്ഷൻ 129 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സോ 134 ബോർഡ്സ് റിപ്പോർട്ടോ നമ്മൾ റീ ഓപ്പൺ ചെയ്യും. അതിനും ആരുടെ അപ്രൂവൽ ആവശ്യമുണ്ട്? നമുക്ക് ഓർഡർ ഓഫ് ട്രിബ്യൂണൽ, നാഷണൽ കമ്പനി ട്രിബ്യൂണലിൻ്റെ അപ്രൂവലിൻ്റെ ആവശ്യമുണ്ട്. അതിനനുസരിച്ച് നമ്മളത് അതിൻ്റെ ഓർഡറിനെ ബേസ് ചെയ്ത് തന്നെ റിവൈസ് ചെയ്യുന്നു. തൊട്ട് മുമ്പിലത്തെ 3 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ റിവൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് റിവൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷവും അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നാഷണൽ കമ്പനി ട്രിബ്യൂണൽ ഓർഡറും റിവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് നമ്മൾ ഒന്നുകൂടി പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ ROC ആ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യുന്നു. അപ്പോൾ 130 131 തമ്മിലുള്ള ഡിഫറൻസ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് അക്കൗണ്ട്സ് ആണ്, ഇത് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് ഓൺ ദ ഓർഡർ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ് ആണ് അത് കുത്തിപ്പോക്കുന്നത്. മറ്റത് ഇത് നമ്മൾ തന്നെയാണ് വോളണ്ടറി ആയിട്ട് ചെയ്യുന്നത്. മറ്റതിലൊരു ഫ്രോഡിൻ്റെ എലിമെൻറ്റ്, ഇതിൻ്റെ അകത്ത് ഫ്രോഡിൻ്റെ എലിമെൻറ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ കൂട്ടുള്ള ബേസിക്സ് ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 130 131 ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഡിയർ സ്റ്റുഡൻസ്, അടുത്ത് പോകുന്നൊരു ഏരിയ ആണ് 132. നഫ്ര എന്ന് പറയും, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് പറയും. നഫ്ര എന്നാണ് എൻ്റെ ഷോർട്ട് ഫോം വിളിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ഇന്റർമീഡിയറ്റ് ലെവലിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ അതൊരു ഫൈനൽ ലെവൽ ഏരിയ ആണെങ്കിൽ പോലും അതിനെക്കുറിച്ചുള്ള ബേസിക് സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ലാണ്. നഫ്രയുടെ പർപ്പസ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിൻ്റെ പവേഴ്സ് എന്താണെന്ന് മാത്രം അറിഞ്ഞു പോയാൽ മതി. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാട് കയറി പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള ഒരു ഏരിയ ആണ്. എങ്കിലും ജസ്റ്റ് ഓവറോൾ ആയിട്ട് അറിഞ്ഞു പോയാൽ മതി. കമ്പനീസ് ആക്ടിലെ പുതിയൊരു അതോറിറ്റിയുടെ പേരാണ് നഫ്ര. അല്ലെ മറ്റുള്ള എന്താണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്കും കമ്പനീസ് ആക്ടിലെ അക്കൗണ്ട്സ് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഓഡിറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഓഡിറ്റേഴ്സിന് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ICA ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള പ്രത്യേക ഒരു അതോറിറ്റിയുടെ പേരാണ് നഫ്ര, നാഷണൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസുകളൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ബേസിക്കലി മേക്ക് റെക്കമെൻഡേഷൻസ് ആണ്. അക്കൗണ്ടിങ്ങും ഓഡിറ്റിംഗ് പോളിസീസ് ഉണ്ടാക്കുന്നതിൽ സെൻട്രൽ ഗവൺമെൻറ് അഡ്വൈസ് ചെയ്യുക. മോണിറ്റർ ആൻഡ് എൻഫോഴ്സ് കംപ്ലയൻസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്പനികൾ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് മോണിറ്റർ ചെയ്യുക. ഓഡിറ്റ് ഫേംസിൻ്റെ പ്രൊഫഷണൽ സർവീസസ് ക്വാളിറ്റി ഓഫ് സർവീസ് റിവ്യൂ ചെയ്യുക. അതുപോലെ തന്നെ സച്ച് അതർ ഫംഗ്ഷൻസ്, കുട്ടികളെ മറക്കരുത്. ഈ 5 ഫംഗ്ഷൻസും 4 ഫംഗ്ഷനും നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. റെക്കമെൻഡേഷൻ, മോണിറ്ററിംഗ്, ഓവർസീ ക്വാളിറ്റി ഓഫ് സർവീസസ് ആൻഡ് പെർഫോം സച്ച് അതർ ഫംഗ്ഷൻ. എന്തായാലും നഫ്രയുടെ ബേസിക്കലി ഈ അതോറിറ്റിയുടെ എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കിയിരിക്കണം.
പിന്നെ അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോയെന്നുണ്ടെങ്കിൽ ചെയർപേഴ്സണ് അതിൻ്റെ അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ നോക്കിയിരിക്കുന്നതാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയത്തില്ല. എങ്കിലും ചില ഏരിയസ് എന്ത് ചെയ്യും, ഇവിടെ എല്ലാ ഏരിയയിലും ഒന്ന് ഓവറോളായിട്ട് വായിച്ചു പോകുന്നതല്ലാണ്. കാരണം എന്ന് വെച്ചാൽ നഫ്രയെ സംബന്ധിച്ചോളം ഹാസ് ദ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് എയ്തർ സുവമോട്ടോ എന്ന് വെച്ചാൽ സ്വമേധയായിട്ടോ ഓർ റെഫറൻസ് മെയ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഫോർ സച്ച് ക്ലാസ് ഓഫ് ബോഡീസ് or body corporate etc and into the matters of professional and other misconduct committed by a member or firm of chartered account എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു കമ്പനിക്ക് അഗൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു അവിടുത്തെ അക്കൗണ്ട്സ് നോക്കുന്ന ഒരു ഓഡിറ്ററിനെയോ ഒരു ഓഡിറ്റ് ഫേമിനെയോ ഒരു ഇൻഡിവിജ്വൽ മെമ്പർ ഓഫ് ICAയോ അല്ലെങ്കിൽ ഓഡിറ്റ് ഫേമിനെയോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നഫ്ര ഒരർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ പരമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു മോണിറ്ററിംഗ് റോളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ടീത്തിനെ കുറിച്ച്, ടീത്ത് എന്ന് വെച്ചാൽ അവരെ ഡീറ്റെയിൽ പവേഴ്സിനെ കുറിച്ചൊന്ന് കുട്ടികളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് ബന്ധപ്പെട്ട കാര്യം നോക്കുക. എവിഡൻസ് എടുക്കുന്നതിനെ കുറിച്ച് CPC 1908 സിവിൽ പ്രൊസീജിയറിലെ പ്രൊസീജിയേഴ്സ് ഒക്കെ അതിന് അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള പവേഴ്സ് യൂസ് ചെയ്യാമെന്ന് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. അത് നോക്കുക, പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഒത്തിരി പേടിപ്പിക്കുന്നില്ലെങ്കിലും നഫ്രയെ സംബന്ധിച്ചോളം പ്രൊഫഷണൽ മിസ്കണ്ടക്ട് പ്രൂവ് ചെയ്യപ്പെട്ടത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഏതെങ്കിലും CFO ചാർട്ടേഡ് അക്കൗണ്ട്സോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ഇൻ്റലിജ് ചെയ്യുന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിന് കേസെടുക്കാം. അത് കൺഫേം ചെയ്യാം. കൺഫേം ചെയ്യുന്നുണ്ടെങ്കിൽ 1 ലക്ഷം മുതൽ 5 ടൈംസ് ഓഫ് ദ ഫീസ് ചാർജ് ചെയ്തിരിക്കുന്നതിന് പെനാൽറ്റി അടിക്കുക. അതുപോലെ തന്നെ ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ മിനിമം 5 ലക്ഷം മുതൽ 10 ടൈംസ് ഓഫ് ആ ഫേം ചാർജ് ചെയ്ത ഫീസ് നമുക്ക് വേണമെങ്കിൽ പെനാൽറ്റി അടിക്കാം. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ഒരു മെമ്പറിനെ മിനിമം 6 മാസം മുതൽ മാക്സിമം 10 വർഷം വരെ വേണമെന്നുണ്ടെങ്കിൽ ഡീബാർ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ട്സിന് മേലിൽ ഒരു ഇതുപോലെ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന മറ്റൊരു അതോറിറ്റി എന്ന് പറയുന്നത് നഫ്രയാണ്. അതുകൊണ്ട് തന്നെ നല്ലതിൽ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ പെനാൽറ്റി അടിക്കുക മാത്രമല്ല, വേണമെന്നുണ്ടെങ്കിൽ ആ മെമ്പറിനെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിന് മാറ്റി ഡീബാർ ചെയ്ത് 6 മാസം മുതൽ 10 വർഷം വരെ വേണമെന്നുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, ചാർട്ടേഡ് അക്കൗണ്ട് ആവാൻ പാടില്ല എന്ന് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ഡീബാർ ചെയ്യാം. കുറച്ച് ട്രിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എങ്കിലും ഓവറോൾ ആയിട്ട് നഫ്രയുടെ പവേഴ്സും അവരുടെ പെനാൽറ്റി അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇതിനു വേണ്ടി നഫ്ര റൂൾസ് 2018 ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. നഫ്ര റൂൾസ് 2018 എന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഓവറോൾ ആയിട്ട് അറിഞ്ഞു പോവുക. ഒത്തിരി സമയം ചിലവാക്കി തലവെക്കേണ്ട ആവശ്യമില്ല. ഇന്റർമീഡിയറ്റ് ലെവൽ ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഫൈനലിൽ പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഒതന്റിക്കേറ്റീവായിട്ട് നോക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞല്ലോ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് റിവ്യൂ ഉള്ള പവർ ഉണ്ട്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ റെക്കമെൻഡേഷനും കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റെക്കമെൻഡേഷനും കൂടെ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ അത് ബന്ധപ്പെട്ടുള്ള പ്രപ്പോസൽസ് നഫ്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞിരിക്കണം എന്നല്ല. പനിഷ്മെൻ്റ് ഒന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് അവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും വലിയൊരു ആവശ്യമില്ല. നമുക്കിനി നേരെ ഡയറക്ടേഴ്സ് റിപ്പോർട്ടിലോട്ട് പോകാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. 3 ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എങ്കിലും സെക്ഷൻ 134 എന്നുള്ള സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെയാണ് ബേസിക്കലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചും ബോർഡ്സ് റിപ്പോർട്ട്സിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. എന്നാണ് ബോർഡ്സ് റിപ്പോർട്ട്? ഡയറക്ടർമാർ കമ്പനിയുടെ പൈസയും കാര്യങ്ങളൊക്കെ വെച്ച് 1 വർഷം കമ്പനിയുടെ ആക്ടിവിറ്റി ചെയ്തതിനു ശേഷം വർഷം തോറും അല്ലെങ്കിൽ വാർഷികമായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിപ്പോർട്ടിനെയാണ് നമ്മൾ ഡയറക്ടേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സെക്ഷൻ 134 ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ബോർഡ്സ് റിപ്പോർട്ട്. ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഇസ് അറ്റാച്ച്. ആക്ച്വലി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, സെക്രട്ടറി ഓഡിറ്റ് റിപ്പോർട്ട്, SAR ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും ആരുടെ അറ്റാച്ച്മെന്റ് ആണ്? ബോർഡ്സ് റിപ്പോർട്ടിന് അനക്സർ ആയിട്ടാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ റിപ്പോർട്ട് പോലും ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ പ്രാക്ടീസിംഗ് ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും പ്രാക്ടീസിംഗ് കമ്പനീസിന്റെ SAR, സെക്രട്ടറി ഓഡിറ്റ് റിപ്പോർട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ ഏതിന്റെ അറ്റാച്ച്മെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ബോർഡ്സ് റിപ്പോർട്ടിന്റെ അറ്റാച്ച്മെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. The auditor's report is to be attached to every financial statement. A report by the board of directors containing details on the matters specified include director's report, responsibility statement shall be attached. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റുള്ള സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെന്റ്സ് ആയ റിപ്പോർട്ട്സും കാര്യങ്ങളും ഏതിനു കൂടെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത്? കുട്ടികളെ നമ്മൾ ബോർഡ്സ് റിപ്പോർട്ടിന് കൂടെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. ഇവിടെ നമ്മൾ പൊതുവെ ചോദിക്കുന്ന ഒരു ഏരിയയാണ് സൈനിങ് ഓഫ് അല്ലെങ്കിൽ ഒതന്റിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ആർക്കാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒപ്പിടാനുള്ള അധികാരം, സൈൻ ചെയ്യാനുള്ള അധികാരം? ഓഡിറ്റർ എന്ന് പറയുന്നത് ഓഡിറ്റർ നമ്മൾ സർട്ടിഫൈ ആണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ കമ്പനിക്ക് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് ദ ബോർഡ്, ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി ആര് ഒപ്പിടുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അവർ ഒപ്പിട്ടതിന് ശേഷമാണ് ഓഡിറ്റർ എന്ത് ചെയ്യുന്നത് പരിശോധിച്ച് നോക്കിയിട്ട് നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നത് അല്ലേ. FRN നമ്പറും മെമ്പർഷിപ്പ് നമ്പറൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് ഒപ്പിടുന്നത്? ഹൂ ഹാവ് ടു ഒതന്റിക്കേറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ ഇതാണ് എൻ്റെ ആൻസർ. ആരാണ് ചെയ്യേണ്ടത്? ബേസിക്കലി നമ്മൾ അതിന് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നി അതിൻ്റെ ഒരു കാറ്റഗറി ഇങ്ങനെയാണ്: ചെയർമാൻ ഓർ ചെയർമാൻ ഹു ഈസ് ഓതറൈസ്ഡ്. കമ്പനിക്ക് ചെയർമാൻ ഉണ്ടെങ്കിൽ, ചെയർപേഴ്സൺ ഉണ്ടെങ്കിൽ അദ്ദേഹമോ, അല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സോ. ആ 2 ഡയറക്ടർ ഒരാൾ ആരായിരിക്കണം? MD ആയിരിക്കും. ഇതാണ് ഒരു ഗ്രൂപ്പ്. ഒന്നൊരു പറയാം, ഒരുപാട് കുട്ടികൾക്ക് കൂടി കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നിൽ ചെയർമാനോ അല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സോ. 2 ഡയറക്ടർ ഒരാൾ എപ്പോഴും ആരായിരിക്കണം? MD ആയിരിക്കണം. പ്ലസ് ഇതിന് പുറമെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും കമ്പനി സെക്രട്ടറി എന്ത് ചെയ്തിരിക്കണം? ഒപ്പിട്ടിരിക്കണം. അപ്പോൾ ഇവിടെ ഈ പടം തന്നെ ഒരു മിശ്രപ്രശ്നമാണ്. ഇത് കണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒപ്പിടുന്നില്ലായിരിക്കും. അങ്ങനെയല്ല, അത് ശരിക്കും 2 ഓപ്ഷനാണ്. ഒന്നീ ചെയർമാൻ ഒപ്പിടണം, അല്ലാത്ത പക്ഷം 2 ഡയറക്ടേഴ്സ് ഒപ്പിടണം.
ആ 2 ഡയറക്ടേഴ്സിൽ ഒരാൾ എപ്പോഴും ഉണ്ടായിരിക്കണം MD ആയിരിക്കണം. ഇനി MD അല്ല ആ കമ്പനി CEO ആണെന്നാണ് നമ്മൾ വിളിക്കുകയാണെങ്കിൽ CEOയ്ക്ക് ഒപ്പിടാം, പക്ഷേ അദ്ദേഹം ആരായിരിക്കണം, കമ്പനിയിലെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരിക്കണം. ഇത് ഒരു കാറ്റഗറി. അപ്പോൾ ഒന്നുകൂടി പറയാം, ചെയർമാൻ ഓർ 2 ഡയറക്ടേഴ്സ്. ഈ 2 ഡയറക്ടേഴ്സിൽ ഒരാൾ MD ആയിരിക്കണം. MD ഇല്ലാത്ത കമ്പനിയിൽ CEO ഉണ്ടെന്നുണ്ടെങ്കിൽ CEOയ്ക്ക് ഒപ്പിടാം, പക്ഷെ അദ്ദേഹം ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരിക്കണം. ഇതാണ് ഒരു കാറ്റഗറി. പ്ലസ് ആണ് ഇതിൻ്റെ കൂടെ 2 പേര് ഒപ്പിടണം, 2 പ്രൊഫഷണൽസ് ഒപ്പിടണം, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും കമ്പനി സെക്രട്ടറി ഒപ്പിടണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം ചോദിച്ച് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ട് വരച്ച് പഠിക്കാന്നുള്ളൂ. പക്ഷേ ഈ പിക്ചർ കണ്ടാൽ തോന്നും ചെയർമാൻ ഒപ്പിടണം, CEO ഒപ്പിടണം, CFO ഒപ്പിടണം, കമ്പനി സെക്രട്ടറി ഒപ്പിടണം. അങ്ങനെയല്ല, അതൊരു ഓപ്ഷൻ, 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഒതന്റിക്കേഷൻ ബന്ധപ്പെട്ടുള്ള ഏരിയ. ഡയറക്ടർ ബോർഡ്സ് റിപ്പോർട്ടിൻ്റെ ഈ ഒരു പിക്ചർ നല്ല റിപ്പോർട്ട്. എനിക്ക് ഈ സ്റ്റഡിമേറ്റിൽ എസ്പെഷ്യലി ഈ ഏരിയ വളരെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബോർഡ്സ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബോർഡ്സ് റിപ്പോർട്ടിൽ വരേണ്ട കാര്യങ്ങൾ എന്താണ്, കമ്പനി എത്ര ബോർഡ് മീറ്റിംഗ് നടത്തി, കമ്പനിയുടെ ഡയറക്ടർമാർ എന്തെങ്കിലും അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ് എന്തെങ്കിലും ഫ്രോഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, കമ്പനിയുടെ കംപ്ലയൻസ് റിപ്പോർട്ട്സ് കാര്യങ്ങൾ എങ്ങനെ, പർട്ടിക്കുലേഴ്സ് ഓഫ് ലോൺ എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഓഡിറ്റേഴ്സിൻ്റെ കമൻസ്, അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറിയുടെ കമൻസ്, കമ്പനിയുടെ ഓവറോൾ വ്യൂ, കമ്പനിയുടെ ഔട്ട്ലുക്ക്, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ CSR ഇനിഷ്യേറ്റീവ്സ്, എല്ലാ ഏരിയയെക്കുറിച്ചും ഒരു കമ്പനി ഒരു വർഷം നടന്നിട്ടുള്ള എല്ലാ ഏരിയയെക്കുറിച്ചും സമഗ്രമായ ഡയറക്ടർമാർ കൊടുക്കുന്ന റിപ്പോർട്ടാണ് ബോർഡ്സ് റിപ്പോർട്ട്. അതിൻ്റെ അകത്ത് അധികം സ്റ്റഡിമേറ്റിൽ കാണുന്നില്ല എങ്കിൽ പോലും എന്താണ്, ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു ഏരിയ ഉണ്ട്, DRS എന്ന് പറയും. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിപ്പോൾ അതിൻ്റെ അകത്ത് IFC ഉണ്ട്, അതായത് എന്താണ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോളിനെ കുറിച്ച് പറയുന്നത് IFC. അപ്പോൾ മറക്കരുത് 2 കാര്യങ്ങൾ. ഡയറക്ടേഴ്സ് റിപ്പോർട്ട് പഠിക്കുമ്പോൾ അധികം സ്റ്റഡിമേറ്റിൽ ഞാൻ കണ്ടില്ലെങ്കിലും പഠിക്കേണ്ട കാര്യം എന്താണ്, ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് DRSും, അതിൻ്റെ താഴെ വരുമ്പോൾ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ IFC എന്ന് പറയുന്നൊരു പുതിയ ഏരിയ ഉണ്ട്, അതും കൂടെ നോക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് അവിടെ വേറെ ഒത്തിരി ഡീറ്റെയിൽസ് നമ്മൾ കഥയൊന്നും പഠിച്ച് സമയം ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാട്ട് ആർ ദ കണ്ടൻസ് എന്നുള്ള ചോദ്യമൊന്നും വരത്തില്ല, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും. എങ്കിലും ആ ഏരിയ ഒന്നും നല്ല എന്ത് ചെയ്യാൻ നോക്കി പോകുന്നില്ല. ഇതാ കിടക്കുന്നു ഞാൻ പറഞ്ഞ ഏരിയ. ഇതാണ് ഞാൻ പറഞ്ഞത് ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് 134 സബ്സെക്ഷൻ 5 നല്ലയിൽ പഠിച്ചിട്ട് പോകണം. അതിൻ്റെ അകത്താണ് മെയിൻലി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കംപ്ലൈ ചെയ്താണോ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇല്ലാത്ത പക്ഷം ഡിപ്പാർച്ചർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടോ, ഡയറക്ടർമാർക്ക് അക്കൗണ്ടിംഗ് പോളിസീസും കമ്പനിയുടെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസും കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, പ്രോപ്പർ കെയർ, അസറ്റ്സും കാര്യങ്ങൾക്ക് പ്രോപ്പർ കെയർ ആൻഡ് എന്താണ് ഡ്യൂ ഡിലിജൻസ് അല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, അക്കൗണ്ട്സ് ഗോയിങ് കൺസേണിലാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, പിന്നെ എന്താണ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ പ്രോപ്പറായിട്ട് എന്താണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഒരു കമ്പനിയുടെ നമ്മുടെ സൈഡുകളിൽ അക്കൗണ്ടിങ് പോളിസി, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇന്റേണൽ കൺട്രോൾ സംഭവങ്ങൾ, ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ബന്ധപ്പെട്ട ഹാർട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്തിരിക്കുന്നുള്ളതിനെ കുറിച്ച് ഡയറക്ടർമാർ മറുപടി പറയേണ്ട അല്ലെങ്കിൽ ഡയറക്ടർമാർ റിപ്പോർട്ട് ചെയ്യേണ്ട ഏരിയയാണ് ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ്. ദിസ് ഈസ് പാർട്ട് ഓഫ് ദ ഡയറക്ടേഴ്സ് റിപ്പോർട്ട്. ഇത് നിലയിൽ ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒപ്പിടുന്നതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒപ്പിടുന്നതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഡയറക്ടേഴ്സ് റിപ്പോർട്ട് മാത്രം ഒപ്പിടുന്നതിന് പ്രത്യേക പ്രൊവിഷൻ ഉണ്ട്. അത് ഒപ്പിടുന്നത് കമ്പനിയുടെ ചെയർപേഴ്സൺ ആയിരിക്കണം. ഇല്ലാത്ത പക്ഷം നമുക്ക് ഡയറക്ടറിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാം. ആ 2 ഡയറക്ടറിനെ പ്രത്യേകം ഓതറൈസ് ചെയ്യണം. അതിലൊരാൾ MD ആയിരിക്കണം. എന്നിട്ട് പറയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒപ്പിടുന്നത് വേറെ ലോ ആണ്, എന്നാൽ ബോർഡ്സ് റിപ്പോർട്ട് ഒപ്പിടുന്നത് വേറെ ലോ ആണ്. ബോർഡ്സ് റിപ്പോർട്ട് ഒപ്പിടേണ്ട ആരാണ്, ഒന്നീ ചെയർപേഴ്സൺ കമ്പനിയുടെ ചെയർമാൻ ഒപ്പിടണം. ഇല്ലാത്ത പക്ഷം 2 ഡയറക്ടർ ഒപ്പിടണം, അവരെ ഓതറൈസ് ചെയ്തിരിക്കണം പ്രത്യേകിച്ച്. അല്ലാത്ത പക്ഷം ഈ മുൻപ് ഒന്നൊരു കൺഫ്യൂസ് ചെയ്യുന്നില്ല, ഒന്നൊരു പറയാം, ചെയർമാൻ ആയാലും കൊള്ളാം 2 ഡയറക്ടർ ആയാലും കൊള്ളാം, അവർ പ്രത്യേകം ഓതറൈസ് ചെയ്തിരിക്കണം. ചെയർമാൻ ആയാലും ഒന്നീ ചെയർമാൻ മാത്രം ഒപ്പിട്ടാൽ മതി, ഇല്ലെങ്കിൽ 2 ഡയറക്ടർ ഒപ്പിടണം. ആ 2 ഡയറക്ടറിൽ ഒരാൾ MD ആയിരിക്കും, മാൻഡേറ്ററി ആണ്. ഇതാണ് അത് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻ. പെനാൽറ്റി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. CSR ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞു അല്ലേ, CSR എന്ന് പറയുന്നത് വേറൊരു ഏരിയയാണ്, ഒത്തിരി നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അത് റിക്വസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേക വീഡിയോ അല്ലെങ്കിൽ പ്രത്യേക ലെക്ചറിങ് അതിന് വേണ്ടി നടത്താം. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്ത് സെക്ഷൻ 130, സെക്ഷൻ 131, സെക്ഷൻ 134, സെക്ഷൻ 134 സബ്സെക്ഷൻ 5 ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ 2 or 3 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നല്ല ഏരിയസ് ആണ് ഇതൊക്കെ, ക്വാളിറ്റി ഉള്ള ഏരിയസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നല്ലതിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. CSR അവിടെ കിടക്കട്ടെ. നമുക്ക് എന്താണ് CSR ബന്ധപ്പെട്ടത് വേണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ഡീലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. CSR നമ്മൾ വിട്ട് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. വേറെന്താ ഉള്ളത്? ഓക്കെ, അതിൻ്റെ കോപ്പീസ് കൊടുക്കണം അല്ലെ, റൈറ്റ് ടു മെമ്പേഴ്സ് ടു കോപ്പീസ് ഓഫ് ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ ഒന്നും അല്ല, എങ്കിലും അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിത് മതിയാക്കാൻ പറ്റും, ഇത്രയും മതിയാവും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കോപ്പി കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ അല്ല. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നിങ്ങൾക്ക് ഓവറോൾ വ്യൂ അക്കൗണ്ട്സിനെ കുറിച്ച് എന്താ പറയുക നല്ല രീതിയിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള സെക്ഷൻസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും തുടക്കത്തിൽ ഞാൻ പറയാം 2 Clause 13 മുതൽ തുടങ്ങി, പിന്നെ എന്താണ് 124 അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, വിവിധമായിട്ട് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അത് ഒപ്പിടുന്ന രീതി, പിന്നെ റീ ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്താണ്, അതേപോലെ തന്നെ എന്താണ് റീ ഓപ്പണിംഗ് ഓഫ് എന്താണെങ്കിൽ റിവൈസ്ലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫയൽ ചെയ്യുക. ഇതൊക്കെയാണ് പൊതുവെ ചോദിക്കുന്ന ഏരിയ. ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റൻസ് മെയിനായിട്ട് വരുന്നത് ഏതൊക്കെയാണ്, ഡയറക്ടേഴ്സ് ഇൻസ്പെക്ട് ചെയ്യാമോ, ഇൻസ്പെക്ട് ചെയ്യില്ല, ഷെയർ ഹോൾഡേഴ്സ് ഇൻസ്പെക്ട് ചെയ്യാമോ എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ എല്ലാ ട്രിക്കി ഏരിയസ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ള ക്ലാസ് വളരെ ശ്രദ്ധിച്ച് കേട്ടുന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ഓക്കെ, താങ്ക് യു. നമസ്കാരം. CA എൻട്രൻ്റെ കോർപ്പറേറ്റ് ലോ ആൻഡ് അതർ ലോസിൻ്റെ ക്യൂക്ക് റിവിഷൻ ചാപ്റ്റർ വൈസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ അക്കൗണ്ട്സ് ചാപ്റ്റർ എടുത്തു. അതിൽ 1-2 ആസ്പെക്ട്സ് ഇനി ബാക്കിയുണ്ട്. അതിൽ ഒന്നാണ് ഇൻറ്റേർണൽ ഓഡിറ്റ്, അതേപോലെ തന്നെ CSRും. അത് 2 വീഡിയോ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് കമ്പാരിറ്റീവ്ലി എക്സാം പോയിന്റ് ഓഫ് വ്യൂ, പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ ആണ്. ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇൻ്റർമീഡിയറ്റ് ലെവലിൽ തന്നെ എന്താണ് ഇൻറ്റേർണൽ ഓഡിറ്റും അതിൻ്റെ നിയമ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്താണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് അറിയാം അല്ലേ? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന് നേരെ ഓപ്പോസിറ്റാണ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഡേ ടു ഡേ ബേസിസിലോ അല്ലെങ്കിൽ ഫ്രീക്വൻറ്റ് ക്വാർട്ടർലിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാഫ് ഇയർലി ബേസിസിലോ കമ്പനിയുടെ അകത്ത് തന്നെ ഇരുന്നുകൊണ്ട് തന്നെ കമ്പനിയുടെ കൂടെ തന്നെ ഇരുന്നുകൊണ്ട് ട്രാൻസാക്ഷനെ വെരിഫൈ ചെയ്ത് പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താണ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ആ വാക്കുണ്ട് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഓഡിറ്റ് ഫംഗ്ഷൻ അകത്ത് തന്നെ ഉള്ളൊരു ഫംഗ്ഷനേ ഇല്ല. ഒരുപക്ഷെ പുതിയ കമ്പനീസ് ആക്ട് വന്നപ്പോഴാണ് ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ ശരിക്കുള്ള മീനിങ് എന്താ പറയുക ശരിക്കും റിഫ്ലക്റ്റ് ആയത്. കാരണം പഴയ കമ്പനീസ് ആക്ടിനെ സംബന്ധിച്ചുള്ള ഇൻറ്റേർണൽ ഓഡിറ്റ് ആര് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ കമ്പനിയുടെ അകത്തുള്ള ആൾക്ക് ചെയ്യാമോ ചെയ്തൂടെ, അതേപോലെ പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷണൽ ആയിരിക്കണോ അല്ലേ എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഒരുപക്ഷെ അതൊരു കൺസെപ്ച്വലായിട്ട് തന്നെ അതിൻ്റെ അകത്തൊരു ലാക്കിംഗ് ഉണ്ട്. കാരണം ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കമ്പനിയുടെ അകത്തുള്ള അല്ലെങ്കിൽ കമ്പനിയുടെ അകത്തുള്ള സബ്സിസ്റ്റമായിട്ട് പോകേണ്ട ഒരു ഓഡിറ്റാണ്. എന്നാൽ പുതിയ ആക്ട് വന്നപ്പോൾ സെക്ഷൻ 138 എന്നുള്ള ആക്ടിൽ വളരെ ക്ലിയർ ആയിട്ട് ഇൻറ്റേർണൽ ഓഡിറ്റിനെ കുറിച്ച് അതിൻ്റെ ശരിക്കും മീനിങ് ഉൾക്കൊള്ളുന്ന രീതിയിലാണ് പുതിയ ലോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇൻറ്റേർണൽ ഓഡിറ്റ് മീൻസ് that audit basically focuses on the internal control system, checking and verifying the internal control systems of the companyയുടെ internal check system, companyയുടെ procedures, companyയുടെ policies പാലിക്കുന്നുണ്ടോ അങ്ങനത്തെ internal affairs നോക്കുകയും and this is actually supporting to the ultimate statutory audit of the company. ഇതാണ് ആ മെത്തഡോളജി അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലോ നോക്കാം. സെക്ഷൻ 138 ആണ് കമ്പനീസ് ആക്ട് ഇൻറ്റേർണൽ ഓഡിറ്റ് ഡീൽ ചെയ്യുന്നത്. അതിന് റൂളുണ്ട്. റൂൾ 13 കമ്പനീസ് അക്കൗണ്ട്സ് റൂൾസ് 2014 ആണ് അതിൻ്റെ റൂൾസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ് പറഞ്ഞത്. സർട്ടൻ ക്ലാസസ് ഓഫ് കമ്പനി, എല്ലാ കമ്പനീസും ഇല്ല, സർട്ടൻ ക്ലാസസ് ഓഫ് കമ്പനി ഷുഡ് മാൻഡേറ്ററിലി കണ്ടക്ട് എന്താണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എയ്തർ ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ ബൈ എ കോസ്റ്റ് അക്കൗണ്ടന്റ് ഓർ ബൈ സച്ച് അതർ പ്രൊഫഷണൽസ് ആസ് മേ ബി ഡിസൈഡഡ് ബൈ ദ ബോർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറയുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഇവിടെ ഒരു ക്ലിയർ ആയിട്ട് പറയുന്നത് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നതിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇൻറ്റേർണൽ ഓഡിറ്റ് ടു ബി കണ്ടക്റ്റഡ് ഓഫ് ദ ഫംഗ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഫംഗ്ഷൻസും ആക്ടിവിറ്റീസിനെയും ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, സർട്ടൻ ക്ലാസസ് ഓഫ് കമ്പനീസ് ആണ് ചെയ്യേണ്ടത്, എല്ലാ കമ്പനീസും വേണമെന്ന് പറയുന്നില്ല. പോയിന്റ് നമ്പർ 3, അത് ആര് ചെയ്യണമെന്നുള്ള കുറിച്ച് ആക്ടിൽ തന്നെ തുടക്കത്തിൻ്റെ സബ്സെക്ഷൻ 1 പറയുന്നുണ്ട്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ സച്ച് അതർ പ്രൊഫഷണൽ, വേറെ ഏതെങ്കിലും പ്രൊഫഷണൽ ബോർഡ് കമ്പനിയുടെ ബോർഡ് തീരുമാനിക്കുന്നത് പോലെ ആവാമെന്ന് പറയുന്നുണ്ട്. ഒരു ഇത് ഈ പ്രാവശ്യമാണ് അല്ലെങ്കിൽ 2013 ആക്ട് വന്നതിന് ശേഷം ആദ്യമായിട്ട് കോസ്റ്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ട്സ് ആദ്യമായിട്ട് ഓഡിറ്റ് ഫംഗ്ഷനിലോട്ട് ഇൻറ്റേർണൽ ഓഡിറ്റ് ഫംഗ്ഷനിലോട്ട് ഓപ്പൺ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം മുമ്പ് പറഞ്ഞല്ലോ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന് ഒരു ആംഗിൾ അല്ല ആക്ച്വലി ഇൻറ്റേർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ. ഇൻറ്റേർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ സബ്സിസ്റ്റംസും ഓപ്പറേഷൻസും ആക്ടിവിറ്റീസും ഫംഗ്ഷൻസും നോക്കുന്ന ഒരു ഓഡിറ്റ് ആയിട്ട് തന്നെ ബിയോണ്ട് ഫിനാൻഷ്യൽ ആയിരിക്കണം അല്ലേ. ഫിനാൻഷ്യൽ ആസ്പെക്ട്സും സ്റ്റാറ്റ്യൂട്ടറി ആസ്പെക്റ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടാക്സ് കംപ്ലയൻസ് മാത്രമല്ല ശരിക്കും ഇൻറ്റേർണൽ ഓഡിറ്റ് എന്നുള്ളത് എന്താ പറയുക ഇപ്പോഴാണ് അത് ശരിക്കും ആക്ടിലൂടെ വ്യക്തമായിട്ട് പറയുന്നത്. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ട്സിനും അല്ലെങ്കിൽ സച്ച് അതർ പ്രൊഫഷണൽസിനും ചെയ്യാമെന്നുള്ളൊരു പ്രൊവിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു ഏതൊക്കെ കമ്പനിക്കാണെന്നുള്ളത് നമ്മൾ പറയാൻ ഡിസ്കസ് ചെയ്യും. എങ്കിൽ പോലും എല്ലാ കമ്പനിക്കും വേണ്ട സർട്ടൻ കമ്പനീസിന് മതി. ഒന്ന്, ആര് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടോ ചാർട്ടേഡ് അക്കൗണ്ടോ അല്ലെങ്കിൽ സച്ച് അതർ പ്രൊഫഷണൽസ് ബോർഡ് തീരുമാനിക്കുന്നത് പോലെ എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്, എന്തിനാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്, ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ത് ഓഡിറ്റ് ചെയ്യാനാണ്, ഓഡിറ്റ് ഓഫ് ദ ഫംഗ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ കമ്പനി. അപ്പോൾ അതിൽ തന്നെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് അതിന് വേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ ഇറക്കും, റൂൾസ്. അതാണ് റൂൾ 13 കമ്പനീസ് അക്കൗണ്ട്സ് റൂൾസ് 2014 ഉണ്ടാവാൻ കാര്യം അല്ലേ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ കാറ്റഗറി ഓഫ് കമ്പനിക്കാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് മാൻഡേറ്ററി നോക്കാം. ഏത് കമ്പനിക്കും ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യാം, പക്ഷേ മാൻഡേറ്ററി ആയിട്ടുള്ള പ്രൊവിഷൻസ് ആക്ടിൽ എന്താ പറയുക പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ബേസിക്കലി എവരി ലിസ്റ്റഡ് കമ്പനി പറയേണ്ട ആവശ്യമില്ല അല്ലേ. ഷെയർ മാർക്കറ്റിൽ നിന്ന് പൈസ കളക്ട് ചെയ്തിരിക്കുന്ന വലിയ കമ്പനീസ് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തിയിരിക്കണം. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിലും അത് പബ്ലിക്കും പ്രൈവറ്റ് ആയിട്ട് തിരിച്ചിട്ടും അൺലിസ്റ്റഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയുന്നുണ്ട് പേഡ് ക്യാപിറ്റൽ 50 crores മുകളിൽ, അതുപോലെ തന്നെ ടേൺ ഓവർ 200 കോടിക്ക് മുകളിൽ, ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ 100 കോടിക്ക് മുകളിൽ, പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് 25 കോടിക്ക് മുകളിൽ അല്ലേ. ഇതിങ്ങനെ നമ്മൾ നോക്കിപ്പോയാൽ പറ്റത്തില്ല, ശരിക്കും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വരച്ച് പഠിക്കണം, എന്നാലേ അത് മനസ്സിൽ പതിഞ്ഞിരിക്കത്തുള്ളൂ. കാരണം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറോ ടേൺ ഓവർ സ്ട്രക്ചറോ അല്ലെങ്കിൽ ബോറോയിങ് സ്ട്രക്ചറോ തന്നിട്ട് അവിടെ ഇൻറ്റേർണൽ ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ ഈ ഫിഗേഴ്സ് എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ ഡിജിറ്റലായിട്ട് പഠിച്ചിരിക്കണം. അത് നോക്കുക.
അടുത്ത് പ്രൈവറ്റ് കമ്പനിയാണ്. നേരത്തെ പറഞ്ഞ 2 കാറ്റഗറി ഓഫ് കമ്പനിയാണ്. ഒന്ന് ലിസ്റ്റഡ് കമ്പനിയും അടുത്ത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, അൺലിസ്റ്റഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ടേൺ ഓവർ 200 കോടിക്ക് മുകളിലോ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ 100 കോടിക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ അവിടെയും എന്ത് ചെയ്യണം, മാൻഡേറ്ററി ആയിട്ട് എന്ത് വേണം, നമുക്ക് ഇന്റേണൽ ഓഡിറ്റ് വേണം. അപ്പോൾ 3 കാറ്റഗറി കമ്പനിക്കും ആപ്ലിക്കബിൾ ആണെന്ന് പറയാം. ലിസ്റ്റഡ് കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണ്, ലിസ്റ്റഡ് അല്ലാത്ത പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണ്, എന്നാൽ ഇതൊന്നും അല്ലാത്ത പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും ഇന്റേണൽ ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണ്. അതിൻ്റെ എമൗണ്ട്സിൻ്റെ ത്രസ്റ്റ്ഹോൾഡ് ലിമിറ്റ്സ് ക്യാപിറ്റൽ ബേസിസിലായാലും കൊള്ളാം, ടേൺ ഓവറിൻ്റെ ബേസിലായാലും കൊള്ളാം, അതുപോലെ തന്നെ ലോണിൻ്റെ ബേസിലായാലും കൊള്ളാം. കുട്ടികൾ എന്തിരിക്കണം, നല്ലതിൽ മനസ്സിലാക്കി പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാൻ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ മാനദണ്ഡമാണ് അടുത്ത്. എങ്ങനെയാണ്, വാട്ട് ഇസ് ദ മോഡസ് ഓപ്പറാൻഡി ഓഫ് കണ്ടക്ടിങ് ദിസ് ഓഡിറ്റ്? അത് ഒബ്വിയസ്ലി കമ്പനിയിൽ ഓഡിറ്റ് ഫംഗ്ഷൻസ് നിയന്ത്രിക്കുന്നതും അത് ബന്ധപ്പെട്ട ഡയറക്ഷൻസ് കൊടുക്കുന്ന സബ് കമ്മിറ്റി, ബോർഡിൻ്റെ സബ് കമ്മിറ്റിയുടെ പേരാണ് ഓഡിറ്റ് കമ്മിറ്റിയാണ്. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റിക്ക് വിട്ടുകൊടുത്തിരിക്കുക. ദ ഓഡിറ്റ് കമ്മിറ്റി ഓഫ് ദ കമ്പനി ഓർ ദ ബോർഡ് മേ ഇൻ കൺസൾട്ടേഷൻ ദ ഇന്റേണൽ ഓഡിറ്റർ ഫോർമുലേറ്റ് ദ സ്കോപ്പ്, ഫംഗ്ഷൻ, പീരിയോഡിസിറ്റി ആൻഡ് മെത്തഡോളജി ഓഫ് കണ്ടക്ടിങ് ദ ഓഡിറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഓഡിറ്റ് നടത്തണം, ഏത് രീതിയിൽ ഓഡിറ്റ് നടത്തണം, എത്ര ഫ്രീക്വൻസിൽ നടത്തണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നമ്മൾ TOR എന്ന് പറയും, ടേംസ് ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറയും. അതിൻ്റെ മെത്തഡോളജി, സ്കോപ്പ്, ഫംഗ്ഷന്, അതേപോലെ തന്നെ പീരിയോഡിസിറ്റി, അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്പനിയുടെ ബോർഡിൻ്റെ സബ് കമ്മിറ്റിയായ ഓഡിറ്റ് കമ്മിറ്റി തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ടിൽ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, പറയപ്പെടുന്നുണ്ട്. ഇനി ഹൂ ഈസ് ആൻ ഇന്റേണൽ ഓഡിറ്റ്? ഇതിനെക്കുറിച്ച് ഓൾറെഡി ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോയി, എങ്കിൽ കുറച്ചൊരു ക്ലാരിറ്റി പറയാം. ഇന്റേണൽ ഓഡിറ്റർ ഷാൽ എയ്തർ ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ എ കോസ്റ്റ് അക്കൗണ്ടന്റ് ഓർ സച്ച് അതർ പ്രൊഫഷണൽ ആസ് മേ ബി ഡിസൈഡഡ് ബൈ ദ ബോർഡ്. അപ്പോൾ 3 കാറ്റഗറിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നീ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കോസ്റ്റ് അക്കൗണ്ട് ആയിരിക്കണം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഇതര പ്രൊഫഷണൽസ് ആവും. ആരാണെന്നത് പറയുന്നില്ല, അത് ബോർഡ് തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത്, അല്ലേ? ഇവിടെ ചാർട്ടേഡ് അക്കൗണ്ട്, കോസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ചാർട്ടേഡ് അക്കൗണ്ട് ആരെന്ന് അറിയാം, ഹു ഈസ് എ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. കോസ്റ്റ് അക്കൗണ്ട്സ് എന്നത് ഹു ഈസ് എ മെമ്പർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ അത് ചാർട്ടേഡ് അക്കൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പർ ആയിരിക്കണം. ഇത് വന്നിട്ട് കോസ്റ്റ് അക്കൗണ്ടന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പർ ആയിരിക്കണം. അറിയായിരിക്കും അല്ലേ, വർഷമൊക്കെ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട് 1949 അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ട്സ് ആക്ട് 1959 ആണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇവർ പ്രാക്ടീസ് ചെയ്യണോ വേണ്ടിയെന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ട് ആയിരിക്കണോ, പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ട് ആയിരിക്കണോ പ്രത്യേകം പറയുന്നുണ്ട്. ദ ടേം ചാർട്ടേഡ് അക്കൗണ്ട് ഓർ കോസ്റ്റ് അക്കൗണ്ട് ഷാൽ മീൻ SCA ഓർ CMA as the case may be, whether engaged in practice or not എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യാൻ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ട് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. എന്നാൽ ഇന്ത്യൻ ഓഡിറ്റിനെ സംബന്ധിച്ചോളം ചാർട്ടേഡ് അക്കൗണ്ട് ആയിരിക്കണം, കോസ്റ്റ് അക്കൗണ്ട് ആയിരിക്കുന്നേ ഉള്ളൂ. അവർ പ്രാക്ടീസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ദാറ്റ് മീൻസ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിനർത്ഥം എംപ്ലോയ്മെന്റിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെയും അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടിനെ കൊണ്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ ഓഡിറ്റ് നടത്താം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക. ദ പ്രൊഫഷണൽ സൈറ്റഡ് നീഡ് നോട്ട് ബി എ പ്രാക്ടീസിങ് പ്രൊഫഷണൽ. ഓക്കെ, ദാറ്റ് മീൻസ് ഹി നീഡ് നോട്ട് ഹോൾഡ് എ വാലിഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾക്ക് പൊതുവെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. ദ ഇന്റേണൽ ഓഡിറ്റർ മേ ഓർ മേ നോട്ട് ബി എൻ എംപ്ലോയി ഓഫ് ദ കമ്പനി. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇന്റേണൽ ഓഡിറ്റിന്റെ ശരിക്കുള്ള മീനിങ് ഉൾക്കൊള്ളുന്ന രീതിയിലാണ് പുതിയ ആക്ടിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്റേണൽ ഓഡിറ്റിന് പ്രൊവിഷൻസ് വെച്ചിട്ടുള്ളത്. കാരണം കമ്പനിയുടെ അകത്തുള്ള ആൾക്കാണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ വലിയ ബിഗ് സൈസ് കമ്പനീസിലൊക്കെ ഇന്റേണൽ ഓഡിറ്റിന് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ 10ഉം 20ഉം ചാർട്ടേഡ് അക്കൗണ്ട്സും കോസ്റ്റ് അക്കൗണ്ട്സും എംപ്ലോയി ചെയ്ത് നടത്തുന്ന സംരംഭങ്ങളുണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, കാലഘട്ടമായിട്ട് പണ്ടേ ഇന്റേണൽ ഓഡിറ്റ് വരുമ്പോൾ അതൊരു പുറത്തുള്ള അക്കൗണ്ടന്റിന് കൊടുത്ത് ഓഡിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ അതല്ല അതിൻ്റെ ഇന്റൻഷൻ. നല്ലൊരു ശതമാനം കമ്പനീസിലും കമ്പനിയുടെ അകത്ത് തന്നെ ഒരു ഫംഗ്ഷൻ, ഒരു പ്രത്യേക ഫംഗ്ഷൻ, അതിൻ്റെ ഓരോ ട്രാൻസാക്ഷൻ, ഡേ ടു ഡേ ട്രാൻസാക്ഷൻ, അവിടുത്തെ ഇന്റർണൽ കൺട്രോൾ, അവിടുത്തെ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, അല്ലെങ്കിൽ സ്റ്റോർ പർച്ചേസ് മാനുവൽ, അവിടുത്തെ ഡെറ്റേഴ്സ് പോളിസി, കളക്ഷൻ പോളിസി, എല്ലാ പോളിസി മാറ്റേഴ്സും ഡേ ടു ഡേ അഫേഴ്സും അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇന്റർണൽ കൺട്രോൾ സിസ്റ്റംസ്, പ്രത്യേകിച്ച് ക്യാഷ് മാനേജ്മെന്റ് ബന്ധപ്പെട്ട സിസ്റ്റംസ്, അതുപോലെ ട്രഷറി മാനേജ്മെന്റ് ബന്ധപ്പെട്ട സിസ്റ്റംസ് വളരെ നല്ല നോക്കി പോകുന്ന, അതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് അഡ്വൈസ് ചെയ്യും. ആ അഡ്വൈസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നുണ്ടാവുന്ന വീക്ക്നെസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂണ്ടിക്കാണിക്കും. അതിനൊരു റെക്ടിഫിക്കേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ പുതിയ ആക്ടിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇന്റേണൽ ഓഡിറ്റർ കമ്പനിയുടെ എംപ്ലോയി ആവാം, എംപ്ലോയി അല്ലാതാവാം. തിരിച്ചു പറയുന്നുണ്ടെങ്കിൽ, ഈവൻ എ ചാർട്ടേഡ് അക്കൗണ്ട്, എ കോസ്റ്റ് അക്കൗണ്ട് ഹൂ ഈസ് ഇൻ ദ എംപ്ലോയ്മെന്റ് ഓഫ് ദ കമ്പനി, ദ സെയിം കമ്പനി ക്യാൻ ഓൾസോ ബി അപ്പോയിന്റഡ് ആസ് ദ ഇന്റേണൽ ഓഡിറ്റർ. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റാണ്, മറക്കരുത്. ഇപ്പോൾ ഇത്ര അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഒരു എക്സാമ്പിളൂടെ പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്റേണൽ ഓഡിറ്റിനെ കുറിച്ച്. അപ്പോൾ ഇതിലെന്താണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, പഠിക്കേണ്ട കാര്യവും 2 ലോ പോയിന്റ് കൂടെ പറയാം. നമുക്ക് ഓൾറെഡി പറഞ്ഞ ലോ പോയിന്റ്സ് ഒന്നുകൂടി പറയാം. ഈ ഏരിയയിൽ, അക്കൗണ്ട്സിൻ്റെ അകത്തുള്ള ഈ ഏരിയയിൽ പൊതുവെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇന്റേണൽ ഓഡിറ്റ് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് പറയാം. 1, മീനിങ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്. 2, കമ്പാരിസൺ ബിറ്റ്വീൻ ഇന്റേണൽ ഓഡിറ്റ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഓക്കെ. 3, ഏതൊക്കെ കമ്പനിക്കാണ് ഇന്റേണൽ ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണ്. അത് 3 കാറ്റഗറി കമ്പനിക്കാണ്: ലിസ്റ്റഡ് കമ്പനി,
അൺലിസ്റ്റഡ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അതിൻ്റെ അകത്തുള്ള ഓരോന്നിൻ്റെയും ത്രസ്റ്റോഡ് ലിമിറ്റ്, ടേൺ ഓവർ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ലോൺ, അതിൻ്റെ ലിമിറ്റ്സിൻ്റെ എമൗണ്ട്സ് നിലയിൽ പഠിച്ചിരിക്കണം. 4 ആർക്ക് ഇന്റേണൽ ഓഡിറ്റ് നടത്താം? നമുക്കറിയാം 3 കാറ്റഗറിയാണ്. ചാർട്ടേഡ് അക്കൗണ്ട് ആയിരിക്കാം, കോസ്റ്റ് അക്കൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ സച്ചതർ പ്രൊഫഷണൽ ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ 4 കാര്യങ്ങൾ, അതെന്താ പറയുക, 4ാമത്തെ പോയിന്റിലെ ഹൂ ക്യാൻ കണ്ടക്ട് ഓഡിറ്റ്. 5 മെത്തഡോളജി ഓഫ് കണ്ടക്ടിങ് ഓഡിറ്റ്, മെത്തേഡ്, പീരിയോഡിസിറ്റി, മോഡസ് ഓപ്പറാൻഡി, അതേപോലെ തന്നെ നമ്മൾ എന്താണ് സ്കോപ്പ്, അത് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഒന്നുമില്ല, ആക്ടിലൊന്നും പറഞ്ഞിട്ടില്ല. ദാറ്റ് ക്യാൻ ബി ഫിക്സ്ഡ് ബൈ ദ ഹൗ, ദ മെത്തഡോളജി ആൻഡ് ദ പീരിയോഡിസിറ്റി. അത് സ്കോപ്പ് ബന്ധപ്പെട്ടുള്ള TOR, ടേംസ് ഓഫ് റെഫറൻസ് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കമ്പനിയുടെ ബോർഡിൻ്റെ സബ് കമ്മിറ്റി, ഓഡിറ്റ് കമ്മിറ്റിക്ക് തീരുമാനിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 5 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 2 ലോ പോയിന്റ് ഉണ്ട്. ഒന്ന്, ഇവിടെ ചാർട്ടേഡ് അക്കൗണ്ടോ കോസ്റ്റ് അക്കൗണ്ടോ അതർ പ്രൊഫഷണൽസും പ്രത്യേകം പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ചാർട്ടേഡ് അക്കൗണ്ടും കോസ്റ്റ് അക്കൗണ്ടും പ്രാക്ടീസ് ചെയ്യണം നിർബന്ധമില്ല. ദാറ്റ് മീൻസ് കമ്പനിയുടെ എന്താ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് തന്നെ ഈ ഓഡിറ്റ് ചെയ്യണം നിർബന്ധമില്ല, അല്ലാത്തവർക്കും ചെയ്യാം എന്നുള്ളതാണ് പോയിന്റ്. ദാറ്റ് മീൻസ് ക്വാളിഫൈഡ് ആയിരുന്നാൽ മതി. 2ാമത്തെ പോയിന്റ്, കമ്പനിയുടെ എംപ്ലോയി ആവുന്നതിൽ തെറ്റില്ല എന്നടുത്ത് പറയുന്നുണ്ട്. അതിനകത്ത് കമ്പനിയുടെ എംപ്ലോയിലിരിക്കുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടോ കോസ്റ്റ് അക്കൗണ്ടും ഈ ഓഡിറ്റ് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ പോലെ എസ്പെഷ്യലി ഒരു പ്രാക്ടിക്കൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഇല്ലസ്ട്രേഷൻ കിടക്കുന്നു, അത് ബന്ധപ്പെട്ട് തന്നെയാണ്. നെല്ലയിൽ ഇതുപോലെ മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്ത് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് ക്വിക്ക് റിവിഷൻ ക്ലാസ് വീണ്ടും വരും. അക്കൗണ്ട്സ് നമുക്ക് ഇനി CSR പെൻഡിങ് ഉണ്ട്, ആ വീഡിയോയുമായിട്ട് സെർച്ച് ചെയ്താൽ മതി, രണ്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും സെക്ഷൻ ഏതാണല്ലോ, സെക്ഷൻ 138ഉം റൂൾ നമ്പർ 13 ഓഫ് കമ്പനീസ് അക്കൗണ്ട്സ് റൂൾസ് 2014 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ദ പ്രൊവിഷൻസ് റിലേറ്റഡ് ഇന്റേണൽ ഓഡിറ്റ് അണ്ടർ ദ ചാപ്റ്റർ അക്കൗണ്ട്സ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്നെടുക്കാൻ പോകുന്നൊരു ചെറിയൊരു സെഷനാണ്. കുറേ കുട്ടികൾ ആവശ്യപ്പെട്ടതിൻ്റെ ബേസിസിൽ പൊതുവേ പഠിക്കാത്തൊരു ഏരിയ, നോക്കാത്തൊരു ഏരിയയാണ്. സാർ ഒന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. പുറത്തുള്ള കുട്ടികളാണ് ചോദിച്ചത്, ഇന്ത്യക്ക് പുറത്തുള്ള, ദുബായിലുള്ള. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, യെസ്, ഒരുപാട് തിരക്കിൻ്റെ നടുവിലാണ്, എങ്കിലും ഒരു ചെറിയൊരു വീഡിയോ അതിന് വേണ്ടി ചെയ്യാൻ പറ്റൂ. ഇതുപോലൊരു ചെറിയ വീഡിയോ സെഷൻസ് ഒത്തിരി ഇറക്കിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ബൈബാക്കിനുണ്ടായിരുന്നു, OPCക്ക് ഉണ്ടായിരുന്നു, അതുപോലെ ബ്രിഡ്ജ് പ്രോസ്പെക്ടസിനുണ്ടായിരുന്നു. ലൈക്ക് ഇതുപോലെ ഒരുപാട് സീരീസ് ഇപ്പോൾ വരുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ വാച്ച് ചെയ്യുന്നു. ക്രിസ്പി ആയിട്ട് അവർക്ക് എന്താണ് ഒരു വലിയ തറവല്ലാത്തൊരു ഏരിയ ഇങ്ങനെ പറഞ്ഞു തരുന്നത് വളരെ സാറ്റിസ്ഫൈഡ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് നോക്കാൻ പോകുന്നത് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്ററിൽ CA ഇന്റർ ലോയിലെ കുട്ടികൾ ഒരു പരിധിക്ക് ഒരു അങ്ങോട്ടൊന്നും അധികം നോക്കാറില്ല. രജിസ്റ്റർ ആൻഡ് റിട്ടേൺ ഒന്നും നോക്കാറില്ല. അതിൽ ആൻഡ് റിട്ടേൺ ആണ് സെക്ഷൻ 92 ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഇൻകം ടാക്സിൽ നിങ്ങൾക്ക് വർഷം തോറും റിട്ടേൺ ഫയൽ ചെയ്യണം അല്ലേ? അതുപോലെ തന്നെയാണ് കമ്പനീസ് ആക്ടിലും റിട്ടേൺ ഫയൽ ചെയ്യണം. ഇൻകം ടാക്സ് ആക്ടിൽ ITRൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് പോലെ തന്നെ വളരെ കമ്പനിയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളും കമ്പനിയുടെ ഇൻകം, TDS, ടാക്സ്, എക്സംഷൻസ്, അതുപോലെ നിങ്ങൾക്ക് തന്നെ അറിയാം. അതേപോലെ തന്നെയാണ് കമ്പനീസ് ആക്ടിലും കമ്പനികൾ എല്ലാ വർഷവും മാൻഡേറ്ററി ആയിട്ട് രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് MCA 21 പോർട്ടൽ വഴി കമ്പനിയുടെ വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യണം. അതിനെയാണ് നമ്മളിവിടെ ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 92ലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. 92ലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 92 ഓഫ് കമ്പനീസ് ആക്ട് 2013. അപ്പോൾ ഇത് മറക്കരുത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഉണ്ട്, അതുപോലെ കമ്പനി ആവുമ്പോൾ 2 റിട്ടേൺ ഉണ്ട് വർഷം തോറും. ഒന്ന് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കമ്പനിയുടെ റിട്ടേൺ ഫയൽ ചെയ്യണം, അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇൻകം ടാക്സ് റിട്ടേൺ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഫയൽ ചെയ്യണം. മനസ്സിലായില്ലേ? ഇത് ഫയൽ ചെയ്യുന്നത് കമ്പനീസ് ആക്ടിന്റെ കീഴിലാണ്, രജിസ്റ്റർ ഓഫ് കമ്പനീസിലാണ് ഫയൽ ചെയ്യുന്നത്. ഓൺലൈനാണ്, MCA 21 പോർട്ടൽ വഴിയാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. എന്താണ് ഈ ആനുവൽ റിട്ടേണിന്റെ പ്രത്യേകത നോക്കാം. നമുക്ക് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ബേസിക്കലി എല്ലാ കമ്പനികളും, എവറി കമ്പനി ഈസ് റിക്വയർഡ് ടു ഫയൽ വിത്ത് ROC ആൻഡ് ആനുവൽ റിട്ടേൺ ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോം. ആ ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, MGT 7. ഇത് പറഞ്ഞിരിക്കുന്നത് ഫോം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ റൂൾ 11 ഓഫ് കമ്പനീസ് MA റൂൾസ് 2014ലാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പനീസ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ റൂൾസ് 2014ലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം പറഞ്ഞ പോയിന്റ് സെക്ഷൻ 92ലാണ്. 2, എല്ലാ കമ്പനീസും മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്യേണ്ട വാർഷിക റിട്ടേൺ ആണ്, കമ്പനീസ് ആക്ടിൽ ഫയൽ ചെയ്ത റിട്ടേൺ ആണ് ആനുവൽ റിട്ടേൺ. അതിന് ഫോർമാറ്റ് ഉണ്ട്. ഫോം നമ്പർ MGT 7 ആണ്. ഇത് ഓൺലൈനാണ് ഫയൽ ചെയ്യുന്നത്. ഫോമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻ റൂൾ 11 കമ്പനീസ് MA റൂൾസ് 2014. MA റൂൾസ് എന്ന് വെച്ചാൽ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ റൂൾസ് 2014. മനസ്സിലായല്ലേ? ഇനി നമുക്ക് കുട്ടികളെ നമുക്ക് ഇതിന്റെ കണ്ടന്റ്സ് എന്നോ മേജർ ആയിട്ടുള്ള എല്ലാ കണ്ടന്റ്സും ഇപ്പൊ ഞാൻ ഫോം ഒന്നും എടുത്ത് വെച്ചപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും കുട്ടികൾക്ക് എനിക്ക് പറയാനുള്ളത് ഗൂഗിളൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ MGT 7ന്റെ ഫോർമാറ്റ് തന്നെ കിട്ടും കേട്ടോ. ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുന്നുണ്ട്. ആദ്യം മുതൽ സിൻ നമ്പർ, അതിന്റെ കമ്പനിയുടെ AGMന്റെ ഡേറ്റ്, അതുപോലെ ഡയറക്ടർമാരുടെ ഡീറ്റെയിൽസ്, നമുക്ക് ആ ഫോം ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുന്നുണ്ട്. ഒരു ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ കണ്ടന്റ് എന്തൊക്കെ നോക്കാം. അങ്ങനെ നോക്കുന്നത് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. ചുമ്മാ ഗൂഗിളിൽ MGT 7 സെർച്ച് ചെയ്താൽ മതി. MCയുടെ പോർട്ടലിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കിയാൽ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ഇത് മനസ്സിലാവും.
ഓക്കെ, എങ്കിലും ജനറൽ ആയിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള കണ്ടന്റ്സ് എന്താണ് സാർ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഒന്ന്, കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ്, രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്സ്, കമ്പനിയുടെ പ്രിൻസിപ്പൽ ബിസിനസ് ആക്ടിവിറ്റീസ് എന്താണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ മാനുഫാക്ചർ ആണ് കമ്പ്യൂട്ടർ, ഡിഫൻസ് ആണ് ഡിഫൻസ്, അല്ലെ, അതിനൊരു പ്രത്യേക ക്ലാസ് ഒക്കെ ഉണ്ട്, കണ്ടുപിടിക്കണം ഏത് കാറ്റഗറിയിലാണ് വരുന്നത് നോക്കിയിട്ട് കമ്പനിയുടെ പ്രിൻസിപ്പൽ ബിസിനസ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് പറയണം. അടുത്ത് പറയേണ്ടത് കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയെ കുറിച്ചും സബ്സിഡിയറി കമ്പനിയെ കുറിച്ചും അസോസിയേറ്റ് കമ്പനി, എല്ലാവർക്കും ഇതൊക്കെ അറിയായിരിക്കും. നമ്മൾ ഏതെങ്കിലും കമ്പനികൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനി ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, നമ്മുടെ സബ്സിഡറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ 20% മുകളിൽ ഷെയർ വെച്ചിരിക്കുന്ന കമ്പനികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അസോസിയേറ്റ് കമ്പനീസ് പറയും. അങ്ങനെയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടെ ഫയൽ ചെയ്തിട്ട് പറയേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി ഓഫ് ഇൻഫർമേഷൻ വിച്ച് യു ഹാവ് ടു ഇൻക്ലൂഡ് ഇൻ യുവർ ആനുവൽ റിട്ടേൺ ഈസ് വൺ ഈസ് അബൌട്ട് ദ രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്, രണ്ട് കമ്പനിയുടെ പ്രിൻസിപ്പൽ ബിസിനസ് ആക്ടിവിറ്റീസ്. എന്തിനാ ഫയൽ ചെയ്യുന്നത്? ROCക്ക് അറിയാനാണ് അല്ലേ, കഴിഞ്ഞ ആനുവൽ റിട്ടേണും ഈ ആനുവൽ റിട്ടേണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുതിയ ബിസിനസ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ട്രാക്ക് ചെയ്യാനായിരിക്കാം ഇങ്ങനെ ഒരു കോളം വെച്ചിരിക്കുന്നത്. പിന്നെ ഹോൾഡിംഗ് കമ്പനി ഡീറ്റെയിൽസും സബ്സിഡി കമ്പനി ഡീറ്റെയിൽസും, പിന്നെ ഇപ്പോഴത്തെ പുതിയ ആക്ടിൽ വന്നിട്ടുള്ള അസോസിയേറ്റ് കമ്പനീസ് ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കൊടുക്കണം. ഇതാണ് കാറ്റഗറി 1. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറി 2 എന്ന് പറയുന്നത് നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തായിരുന്നു നോക്കാം. കമ്പനിയുടെ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും അറിയാറില്ല. കമ്പനിയുടെ ഷെയർസിന്റെ ഡീറ്റെയിൽസും ഡിബഞ്ചേഴ്സിന്റെ ഡീറ്റെയിൽസും, അതുപോലെ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, എത്ര ശതമാനം ആണ് റീറ്റെയിൽ ഇൻവെസ്റ്റർ, എത്ര ശതമാനമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, മേജർ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, ഷെയർ ഹോൾഡിംഗ് മൊത്തം പാറ്റേണിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ പറയേണ്ടി വരും. റൈറ്റ്. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ലോണിന്റെ പൊസിഷനാണ്. അതിനെ കമ്പനീസ് ഇൻഡെപ്റ്റഡ്നെസ് എന്നാണ് പറയുന്നത്. ഇൻഡെപ്റ്റഡ്നെസ്, ലോൺ പൊസിഷൻ, സെക്യൂർഡ് ലോൺ എത്ര, അൺസെക്യൂർഡ് ലോൺ എത്ര. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു കമ്പാരിസൺ ഉണ്ട്. നമ്മൾ എല്ലാ വർഷവും റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്, തലേ വർഷവും ഈ വർഷവും നമ്മൾ മാറ്റമൊക്കെ ROCക്ക് നോക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതൊരു ഇൻഡെപ്റ്റഡ്നെസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റലി വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഇൻഡെപ്റ്റഡ്നെസ് നമ്മളൊരു പുതിയ ലോൺ പറയുമ്പോൾ ഒബ്വിയസ്ലി ROCക്ക് അത് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാൻ പറ്റും അല്ലേ. അപ്പോൾ കമ്പയറബിൾ ആണ്. ഈ റിട്ടേൺ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെന്റ് ആണ്. വർഷം തോറും ROCയിൽ മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെന്റ് ആയിട്ട് തന്നെ ഇതിന്റെ ഓരോ എൻട്രിക്കും ഓരോ കോളത്തിനും അത്രത്തോളം പ്രാക്ടിക്കൽ റിലവൻസ് കൊണ്ട് വളരെ ഗൗരവപരമായിട്ട് സത്യസന്ധമായിട്ടുമായിരിക്കണം ഇതിന്റെ അകത്ത് ഇൻഫോർമേഷൻസ് പറയുന്നത്. നാലാമത്, കമ്പനിയുടെ മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ്, മേജർ മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസ്, എസ്പെഷ്യലി ചേഞ്ച് ഉണ്ടോ എന്നുള്ളത്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിനും ഈ ഫിനാൻഷ്യൽ ഇയറിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ. ആനുവൽ റിട്ടേൺ പുതിയ കമ്പനീസ് ആക്ട് പ്രകാരം ഫിനാൻഷ്യൽ ഇയർ ബേസിസിലാണ്. പഴയ 1956 ആക്ട് പ്രകാരം AGM to AGM ഡേറ്റ് ആയിരുന്നു ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പുതിയ ആക്ട് പ്രകാരം അത് ഫിനാൻഷ്യൽ ബേസിസിലാണ്, കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ മെമ്പേഴ്സിനെ കുറിച്ചും ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ കുറിച്ചും നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ചേഞ്ചസ് ഉണ്ടോ എന്നുള്ള. കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിൽ ചേഞ്ചസ് ഉണ്ടോ എന്നാണ് മേജറായിട്ട് നോക്കേണ്ടത്. അഞ്ചാമത്തെ കാറ്റഗറി പ്രൊമോട്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് അല്ലെ, മേജർ പ്രൊമോട്ടേഴ്സിന്റെ ഡീറ്റെയിൽസ്, ഡയറക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ്, KMP കീ മാനേജർ പേഴ്സൺ ഡീറ്റെയിൽസ്. ഇതും അതുപോലെ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. പ്രത്യേകിച്ച് ഡയറക്ടേഴ്സ് ആരൊക്കെ വന്നു, ആരൊക്കെ പോയി, ഏതൊക്കെ ഡയറക്ടേഴ്സിനെ കഴിഞ്ഞ വർഷം അപ്പോയിന്റ് ചെയ്തു, ഏതൊക്കെ ഡയറക്ടേഴ്സ് സീസായി, ഏതൊക്കെ ഡയറക്ടേഴ്സ് റിസൈൻ ആയി. ഇപ്പോൾ ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടൻസി ഭാഷ പറഞ്ഞ OB അല്ലെ, അഡിഷൻസ് ക്ലോസിംഗ്, ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഓപ്പണിംഗ് ബാലൻസ്, അഡിഷൻസ്, ക്ലോസിംഗ് എന്ന രീതിയിലാണ് അതിനെ ഫോർമാറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം തന്ത്രപ്രദമായ കമ്പനിയുടെ ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ് നമുക്കറിയാം. ഒരു കമ്പനിയുടെ മൊത്തം കാര്യങ്ങളും ഈ ആനുവൽ റിട്ടേൺ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ROC നമ്മൾ അറിയിക്കുന്നതാണ്. അടുത്ത് വരുന്ന കുട്ടികളെ ഓപ്പറേഷൻ പരമായ കാര്യങ്ങളാണ്. കമ്പനിയുടെ മീറ്റിംഗ്സ്, ഏതൊക്കെ മീറ്റിംഗ്സ് നടന്നു, എത്ര കമ്മിറ്റി മീറ്റിംഗ്സ് നടന്നു, എത്ര ബോർഡ് മീറ്റിംഗ്സ് നടന്നു, അത് എന്നൊക്കെയായിരുന്നു അതിന്റെ ഡേറ്റ്, അതിന്റെ അറ്റൻഡൻസ് ഡീറ്റെയിൽ, എത്ര ഡയറക്ടർമാർ അറ്റൻഡ് ചെയ്യുന്നു, 10 ആണെങ്കിൽ 10 പേര് അറ്റൻഡ് ചെയ്യണമായിരുന്നു, 6 പേര് അറ്റൻഡ് ചെയ്തു, അപ്പോൾ അറ്റൻഡൻസിന്റെ പെർസെന്റേജ് 60%. ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് അത് ചെയ്യേണ്ടത്. അതുപോലെ കമ്മിറ്റി മീറ്റിംഗ്സിൽ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി മീറ്റിംഗ്സ് ആയ ഓഡിറ്റ് കമ്മിറ്റി മീറ്റിംഗ്, സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയാണ് 177 പ്രകാരം. അതുപോലെ 135 ഒരു കമ്മിറ്റി ഉണ്ട്, അതായത് നമ്മളെ CSR ഉണ്ട്, അത് സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയാണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കമ്മിറ്റീസ് ഏതൊക്കെയാണ്, അത് എന്തൊക്കെയാണ് മീറ്റിംഗ് കൂടിയിരിക്കുന്നത്, അതിന്റെ അറ്റൻഡൻസ് എങ്ങനെയാണ്. അതുപോലെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് 173 പ്രകാരം നടത്തേണ്ട ബോർഡ് മീറ്റിംഗിന്റെ എത്ര ബോർഡ് മീറ്റിംഗ് നടത്തും, അതിന്റെ നമ്പർ എത്ര, അത് എത്ര ഡയറക്ടേഴ്സ് അറ്റൻഡ് ചെയ്തു, അതിന്റെ അറ്റൻഡൻസ് ലെവൽ എത്ര. ഇതൊക്കെയാണ് നമ്മൾ ഓപ്പറേഷൻ പരമായ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാണ് ഈ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷനാണ് റെമ്യൂണറേഷൻ. സെക്ഷൻ 197 കമ്പനീസ് ആയിട്ട് റെമ്യൂണറേഷൻ ഡീൽ ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് ഡയറക്ടർമാരുടെ റെമ്യൂണറേഷൻ കൊടുത്തു. KMP കീ മാനേജർ പേഴ്സൺസ്, അതായത് MD-യുടെയോ CEO-യുടെയോ കമ്പനി സെക്രട്ടറിയുടെയും കമ്പനിയുടെ CFO-യുടെയും എന്താണ് റെമ്യൂണറേഷൻ എത്രയായിരുന്നുള്ള ഒരു കോളം ഉണ്ട്, അത് അവിടെ ഫിൽ ചെയ്യണം. ഇത് ഫിൽ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് നോക്കി. ഞാൻ നേരത്തെ ഒരു ഇൻട്രക്ഷൻ പറഞ്ഞു, കമ്പനി സംബന്ധിച്ചുള്ള ഇൻകം ടാക്സ് റിട്ടേൺ ഉണ്ട്, അവിടെയും KMP-യുടെ റെമ്യൂണറേഷൻ പറയാനുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലെ ഷെഡ്യൂളിൽ നോക്കുകയാണെങ്കിൽ അവിടെയും ഈ പറഞ്ഞുള്ള കീ മാനേജർ പേഴ്സൺസിനെ കുറിച്ചൊക്കെ പരാമർശമുണ്ട്. അപ്പോൾ ഇതെല്ലാം ആയിട്ട് ടാലി ആവണം. അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞത് ഇത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഡോക്യുമെന്റ് ആണ്, മാൻഡേറ്ററി ആയിട്ട് ഡോക്യുമെന്റ് ആണ് ഫയൽ ചെയ്യുന്നത്. ഒരു രീതിയിലുള്ള തെറ്റും കാര്യങ്ങളും അതിൻ്റെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. റൈറ്റ്.
അടുത്ത് പറയേണ്ടത് പെനാൽറ്റിയും പനിഷ്മെന്റ് എന്തെങ്കിലും ഇമ്പോസ് ചെയ്തിട്ടുണ്ടോ, കമ്പനിക്കോ കമ്പനിയുടെ ഓഫീസേഴ്സിന് അഗൻസ്റ്റ് ആയിട്ടോ ഡയറക്ടേഴ്സിന് അഗൻസ്റ്റ് ആയിട്ടോ എന്തെങ്കിലും പെനാൽറ്റീസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള പ്രോസിക്യൂഷൻ പരമായ കാര്യങ്ങൾ പ്രത്യേക കോളമുണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫയൽ ചെയ്യുക. ഇതെല്ലാം നടന്നത് കഴിഞ്ഞ വർഷമാണ് അല്ലെ, കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ടെന്നാണ് ചോദ്യം. ഉണ്ടെങ്കിൽ അത് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ദെൻ ഫ്രണ്ട്സ്, വിത്ത് റിഗാർഡിംഗ് ടു കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ലാസ്റ്റിൽ വരാം. ഇത് ആരാണ് ഒപ്പിടുന്നത് നമ്മൾ പിന്നെ പഠിക്കാം. ആനുവൽ ഒപ്പിടുന്ന ആരാണ്, ഏതൊക്കെ കമ്പനിയിലാണ് കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് വെക്കേണ്ടത്, സർട്ടിഫൈ ചെയ്യേണ്ടതുള്ളത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതുപോലത്തെ കാര്യങ്ങളും ഓട്ടും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തന്ത്രപ്രധാനമായ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്ത് പോയിരിക്കുന്നത് അല്ലെ. എല്ലാം വളരെ 10 പോയിന്റും അത്രത്തോളം എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമുക്ക് അറിയാം. കമ്പനിയുടെ ബേസിക്സ്, കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങൾ, കമ്പനിയുടെ ക്യാപിറ്റൽ, കമ്പനിയുടെ ബിസിനസ്, കമ്പനിയുടെ ഇൻഡപ്റ്റൻസ്, കമ്പനിയുടെ ലോണ്, കമ്പനിയുടെ ഡയറക്ടേഴ്സ്, കമ്പനിയുടെ KMBയുടെ ഡീറ്റെയിൽസ്, കമ്പനിയുടെ മീറ്റിംഗ്സ്, കമ്പനിയുടെ കമ്മിറ്റി മീറ്റിംഗ്സ്, കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ്സ്, കമ്പനിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്, കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, കമ്പനിയുടെ മേജർ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, കമ്പനി പ്രൊമോട്ടർ ആരൊക്കെയാണ്, നോക്കുന്നെങ്കിൽ ഒരു കമ്പനിയുടെ എല്ലാ സ്പെക്ട്രവും 360 ഡിഗ്രി സ്പെക്ട്രവും ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആനുവൽ റിട്ടേൺ വഴിയെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആനുവൽ ഡോക്യുമെന്റ് ആയ ആനുവൽ റിട്ടേൺ വഴിയെ സെക്ഷൻ 92 നമ്മൾ കമ്പനീസ് ആക്ടിൽ ROC ഫയൽ ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി എന്താണ് നോക്കട്ടെ, ഇത് സൈൻ ചെയ്യുന്നതിനെ കുറിച്ച് പൊതുവെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഈ സൈനിങ്ങിനെ കുറിച്ച്. ആനുവൽ റിട്ടേൺ ആരാണ് സൈൻ ചെയ്യേണ്ടതിനെ കുറിച്ച് നോക്കാം അല്ലെ. ആനുവൽ റിട്ടേൺ സൈൻ ചെയ്യേണ്ടത് ബേസിക്കലി 2 പേരാണ്. ഒന്ന് ഡയറക്ടറും, 2 കമ്പനിയുടെ കമ്പനി സെക്രട്ടറി. ഇത് ആൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത്, മാൻഡേറ്ററി ആണ് അല്ലെ. അപ്പോൾ ആനുവൽ റിട്ടേൺ, ഒരു കമ്പനിയുടെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള പ്രൊവിഷൻ ഉള്ളത് 2 പേർക്കാണ്, കമ്പൽഷൻ 2 പേർക്ക്. ഒരു ഡയറക്ടർ, അത് പോസിബിളി MD ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഡയറക്ടർ മാത്രമേ പറഞ്ഞുള്ളൂ. യൂഷ്വലി ഇറ്റ് ബി എൻ MD ആൻഡ് ആണ്, ഓർ ആൻഡ് കമ്പനി സെക്രട്ടറി. അപ്പൊ 2 പേര് സൈൻ ചെയ്തിരിക്കണം. ഒന്ന് കമ്പനിയുടെ ഡയറക്ടറും, 2 കമ്പനിയുടെ കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറി ഇല്ലാത്ത കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ചാലും മതി എന്നൊരു പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ. ഇനി OPCയെ സംബന്ധിച്ചോളൂ, സ്മോൾ കമ്പനിയെ സംബന്ധിച്ചോളൂ, ആനുവൽ റിട്ടേൺ സൈൻ ചെയ്യുമ്പോൾ അവിടെ പൊതുവെ കമ്പനി സെക്രട്ടറി കാണത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് അവിടുത്തെ ഡയറക്ടറിനെ കൊണ്ട് സൈൻ ചെയ്തു. നല്ലൊരു ഏരിയ ആണ് ചോദിക്കാൻ പറ്റും. റിപ്പീറ്റൊക്കെ ദിസ് ഏരിയ ഈസ് എ വെരി ഗുഡ് ഏരിയ വെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒബ്വിയസ്ലി ടച്ച് അപ്പോൺ എ ക്വസ്റ്റ്യൻ, റൈറ്റ്. ഒന്നിലൂടെ വേണമെങ്കിൽ പറയാം, കമ്പനിയുടെ എന്താണ് ആനുവൽ റിട്ടേൺ സൈൻ ചെയ്യേണ്ടത് 2 പേരാണ്, ഡയറക്ടറും കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറി അപ്പോയിന്റ് ചെയ്തിട്ടില്ലാത്ത കമ്പനിയാണെങ്കിൽ ഒരു പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറി കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചാൽ മതി. ഇനി OPCയും സ്മോൾ കമ്പനി സംബന്ധിച്ചുള്ള ഒബ്വിയസ്ലി അവിടെ കമ്പനി സെക്രട്ടറി കാണത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ടറിനെ കൊണ്ട് ചെയ്താൽ നിങ്ങൾ ഒപ്പിച്ചാൽ മതി. ഓക്കെ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സർട്ടിഫിക്കേഷൻ, നേരത്തെ പറഞ്ഞത് കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡോക്യുമെന്റ് ആണ്. അത് നിങ്ങൾ നോക്കേണ്ടത്, അത് MGT 8 എന്നൊരു ഫോമിലാണ് നമ്മൾ കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത്. അത് റൂൾ 11(2) പ്രകാരം, 11(2) ഓഫ് ഏത് റൂളാണ്, കമ്പനീസ് MA റൂൾസ് 2014 പ്രകാരം കമ്പനി ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ, അല്ലെങ്കിൽ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 കോടിക്ക് മുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ കമ്പനിയുടെ ടേൺ ഓവർ 50 കോടിക്ക് മുകളിലാണെങ്കിൽ, മറക്കരുത്. അപ്പോൾ MGT 8 ഫോം ഫയൽ ചെയ്യേണ്ടത് MGT 7 അല്ല, പക്ഷേ കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. കമ്പനീസ് ആക്ടിലെ എല്ലാ കാര്യങ്ങളും ഫയൽ എന്താണ് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, ആനുവൽ റിട്ടേണിൽ നമ്മൾ പ്രത്യേക കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് വെക്കണം. ആ കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് ഫോമാണ് MGT 8. പക്ഷേ ഇതെല്ലാ കമ്പനിക്ക് ആപ്ലിക്കബിൾ അല്ല, ചില കമ്പനികൾക്ക് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. ഏതൊക്കെയാണ് കമ്പനികൾ? ഒന്ന്, ലിസ്റ്റഡ് കമ്പനീസ് എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ്. 2, 10 കോടിക്ക് മുകളിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ള കമ്പനികൾക്ക് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ 50 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള കമ്പനി, ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, either it should be a listed company or the paid up capital is above 10 crore or the turnover is above 50 crore. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് ആനുവൽ റിട്ടേണിന്റെ കൂടെ ഒരു പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറിയെ കൊണ്ട്, ഇത് പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറി മാത്രമേ പറ്റൂ, ചാർട്ടേഡ് അക്കൗണ്ടോ കോസ്റ്റ് അക്കൗണ്ടോ പറ്റത്തില്ല. ഒരു പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറിയെ കൊണ്ട് MGT 8 നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. ഇത് മേടിച്ച് ഏതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം? MGT 7 കൂടെ അറ്റാച്ച് ചെയ്യണം. ഇത് മറക്കരുത്. ഒരുപക്ഷെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ ഒപ്പിടുന്നതും സൈനിങ്ങും സർട്ടിഫിക്കേഷനും ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ, കേട്ടല്ലോ. ഇനി ഇതൊരു സംഭവമുണ്ട്, ഈ ആനുവൽ റിട്ടേൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ആയിട്ട് ഇതിന്റെ എക്സ്ട്രാക്ട്, അതായത് ഇതിന്റെ മെയിൻ കാര്യങ്ങൾ ഡയറക്ടർമാരുടെ സെക്ഷൻ 134 പ്രകാരമുള്ള റിപ്പോർട്ടിൽ ഷെയർ ഹോൾഡേഴ്സിന് അറിയിക്കണമെന്നൊരു നിയമമുണ്ട്. ഇപ്പൊ ഇതിന്റെ എക്സംഷൻസ് വന്നിട്ടുണ്ട്, പക്ഷേ എങ്കിലും അറിയിക്കണം. സോ ഐ റിപ്പീറ്റ് അഗെയിൻ, ദ എക്സ്ട്രാക്ട് ഓഫ് ദ ആനുവൽ റിട്ടേൺ, എല്ലാം കൊടുക്കാൻ പറ്റത്തില്ല. അതിന്റെ എക്സ്ട്രാക്ട്, മെയിൻ കോളങ്ങൾ, മെയിൻ എക്സ്ട്രാക്ട്സ് ഡയറക്ടർമാരുടെ അവരുടെ ആനുവൽ റിപ്പോർട്ടായ ഡയറക്ടേഴ്സ് റിപ്പോർട്ടിൽ ഷെയർ ഹോൾഡേഴ്സിന് അറിയിക്കണം. അത് അറിയിക്കേണ്ട ഫോർമാറ്റ് MGT 9 അപ്പൊ 3 ഫോം ഉണ്ട്. MGT 7 ആനുവൽ റിട്ടേണിന്റെ ഫോമാണ്, MGT 8 കംപ്ലയൻസ് സർട്ടിഫിക്കറ്റിന്റെ ഫോമാണ്, MGT 9 abstract of annual return to be included in the director's report, which will be the form part of the annual report and which will be sent to the shareholders on an annual basis. Annual report വേറെ, annual return വേറെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആനുവൽ റിട്ടേൺ ആണ്, ഗവൺമെന്റിന് ഫയൽ ചെയ്യേണ്ടതാണ്. ആനുവൽ റിപ്പോർട്ട് ആർക്ക് കൊടുക്കുന്നതാണ്? നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് വർഷം തോറും ബാലൻസ് ഷീറ്റ്, സ്റ്റാൻഡ് അലോൺ ബാലൻസ് ഷീറ്റിന്റെ കൂടെയും CFS കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൂടെയും
അക്കൗണ്ട്സും ഇൻഡിപെൻഡന്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ കൊടുക്കുന്ന ആ ബുക്കിനെയാണ് നമ്മൾ എന്താ പറയാൻ റിപ്പോർട്ട് എന്ന്, വാർഷിക റിപ്പോർട്ട്. ഇത് റിട്ടേൺ ആണ്, മാറിപ്പോയത് കേട്ടോ. അപ്പൊ ഇവിടെ 3 ഫോമാണ്. ഒന്നിൽ പറയാം സെക്ഷൻ 92 അട്രാക്ട് ആവുന്ന 3 ഫോംസ് ഉണ്ട്. MGT7 ഫോർമാറ്റ് ഓഫ് ആനുവൽ റിട്ടേൺ, MGT8 ഫോർമാറ്റ് ഓഫ് കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ എ പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറി ഇൻ സർട്ടൻ ക്ലാസ് ഓഫ് കമ്പനീസ്. ലാസ്റ്റ് എന്താണ് MGT9 അബ്സ്ട്രാക്ട് ഓഫ് ആനുവൽ റിട്ടേൺ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ബോർഡ്സ് റിപ്പോർട്ട് കേട്ടോ. ഇനി എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത് അല്ലെ? കോപ്പി ഓഫ് ആനുവൽ റിട്ടേൺ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴാണ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? കോപ്പി ഓഫ് ആനുവൽ റിട്ടേൺ ഷാൽ ബി ആണ് മേൽ കേട്ടോ, ഷാൽ ബി ഫൈൽഡ് വിത്ത് ROC വിത്തിൻ 60 days ഓഫ് AGM. AGM നടന്ന് വർഷം തോറും നടക്കേണ്ട സെക്ഷൻ 96 പ്രകാരം നടക്കുന്ന ആനുവൽ ജനറൽ മീറ്റിംഗ് നടന്ന് 60 ദിവസത്തിനകത്ത് 2 മാസത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്ന ROCക്ക് ഇത് ഫോം നിങ്ങൾ എന്ത് ചെയ്യണം MGT7 ഫയൽ ചെയ്തിരിക്കണം. AGM നടക്കാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് AGM നടക്കേണ്ട ദിവസം അല്ലെ, നോ AGM is held in that year within 60 days from date on which AGM should have been held. അതറിയാം അല്ലെ. AGM നടന്നില്ലെങ്കിലോ നടക്കേണ്ട ദിവസമുണ്ട് അല്ലെ, അറിയാം, സെപ്റ്റംബർ 30. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ട് നമ്മൾ 60 ഡേയ്സിനകത്ത് എന്തുകൊണ്ട് AGM നടത്തിയില്ല എന്നുള്ള കാരണം കൂടെ പറഞ്ഞ് നിങ്ങൾ ROCയിൽ റിട്ടേൺ ഫയൽ ചെയ്തത്. അതുകൊണ്ട് AGM നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നടക്കേണ്ടിയിരുന്ന ദിവസമൊന്നോ അവിടെ നിന്ന് ഡ്യൂ ഡേറ്റ് കണ്ടുപിടിച്ച ROCനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യണം. മനസ്സിലായി? അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. സൈനിങ് ഒക്കെ ഓൾറെഡി സാർ പറഞ്ഞു കഴിഞ്ഞു. പെനാൽറ്റി ജസ്റ്റ് നോക്കുക, അതിൻ്റെ അകത്ത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പൊ ഇത്രേ ഉള്ളൂ കുട്ടികളായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ്. ആക്ച്വലി ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ 3 കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഒന്ന് കണ്ടൻസ് ഓഫ് ആനുവൽ റിട്ടേൺ, നമ്മൾ പറഞ്ഞ 10 പോയിന്റ്. 2 സൈനിങ് ഓഫ് ആനുവൽ റിട്ടേൺ, ഞാൻ പറഞ്ഞു എന്താണ് ഡയറക്ടർ ആൻഡ് കമ്പനി സെക്രട്ടറി. ഇഫ് ദർ ഇസ് നോ കമ്പനി സെക്രട്ടറി ദെൻ ബൈ എ പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറി. 3ാമത് പഠിക്കേണ്ടത് സർട്ടിഫിക്കേഷൻ ആണ്. MGT8 പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറി സർട്ടിഫൈ ചെയ്തിരിക്കണം. ഈ കണ്ടന്റ് എല്ലാം കറക്റ്റ് ആണെന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണെന്നും പറഞ്ഞ് അത് എല്ലാ കമ്പനിക്ക് ആപ്ലിക്കബിൾ അല്ല. 3 കാറ്റഗറി കമ്പനിക്ക് ആപ്ലിക്കബിൾ അല്ലെ. ഏതൊക്കെയാണ്? ലിസ്റ്റഡ് കമ്പനിക്കും 10 കോടിക്ക് മുകളിൽ പെയ്ഡ് ക്യാപിറ്റൽ ഉള്ള കമ്പനിക്കും 50 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള കമ്പനിക്കും മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. അത് പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറിന് മാത്രമേ പറ്റത്തുള്ളൂ മേടിക്കുക. ആ കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് ഫോം MGT8 എടുത്ത് അത് MGT7 അറ്റാച്ച് ചെയ്യണം. മനസ്സിലായി? ഇത് രണ്ടുമാണ് പൊതുവായി ചോദിക്കുന്നത്. പിന്നെ ഫയലിംഗ് ഓഫ് ആനുവൽ റിട്ടേൺ ആണ് അവസാനം നമ്മൾ പറയാം. ഫയലിംഗ് ഓഫ് ആനുവൽ റിട്ടേൺ ആണ്. ഫയലിംഗ് ഓഫ് ആനുവൽ റിട്ടേൺ ഞാൻ പറഞ്ഞു 60 ദിവസമാണ് ഡ്യൂ ഡേ. സാധാരണ ഫോംസ് ഒക്കെ വലിയ 30 days ആണ് അല്ലെ. DR12 ആയാലും MGT14 ആയാലും ബന്ധപ്പെട്ട എല്ലാ ഫോംസും 30 days ആണ്. പക്ഷേ ആനുവൽ റിട്ടേണിന് സമയം തന്നിട്ടുണ്ട്. ഇതൊക്കെ നോക്കാനായിട്ട് സമയം തന്നിട്ടുണ്ട്. അങ്ങനെ സർട്ടിഫിക്കേഷൻ കൂടെ മേടിക്കുന്നത്. അപ്പൊ നമ്മൾ ആനുവൽ റിട്ടേൺ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി ഒരു PCS കൊടുത്ത് അദ്ദേഹം നോക്കാനായിട്ട് അദ്ദേഹത്തിന് സമയം കൂടെ ചേർത്തിട്ടായിരിക്കാം ഒരു പക്ഷേ 60 ദിവസം തരുന്നത്. AGM നടന്ന് 60 ഡേയ്സിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് ആനുവൽ റിട്ടേൺ MGT7 ROCയിൽ ഫയൽ ചെയ്യേണ്ടത്. AGM നടന്നില്ലെങ്കിൽ AGM നടക്കേണ്ട ദിവസമെന്നോ, അതായത് ഡ്യൂ ഡേറ്റ് ലാസ്റ്റ് ഡ്യൂ ഡേറ്റ് എന്നോ അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ROCനകത്ത് ഫയൽ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരിക്കലും AGM നടന്നില്ല എന്ന് പറഞ്ഞ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കരുത്. AGM നടക്കാത്തതിനും പെനാൽറ്റി വരും, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാത്തതിനും പെനാൽറ്റി വരും. AGM നടന്നില്ലെങ്കിൽ AGM നടക്കേണ്ടിയിരുന്ന ദിവസം സെക്ഷൻ 96 പ്രകാരം വാട്ട് വിൽ ബി ദി ഡ്യൂ ഡേറ്റ്? അവിടെ നിന്ന് നമുക്കറിയാം സെപ്റ്റംബർ 30. അവിടെ നിന്ന് എക്സ്റ്റൻഷൻ മേടിക്കുകയാണെങ്കിൽ December 31. അവിടെ നിന്ന് 30 ഡേയ്സിനകത്ത് 60 ഡേയ്സിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ROCയിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. പൊതുവെ ഇത് പിള്ളേർ പഠിക്കാത്ത ഏരിയയാണ്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വിചാരിച്ചേക്കാം. നിങ്ങൾ ഇൻകം ടാക്സിൽ വർഷം തോറും റിട്ടേൺ ഫയൽ ചെയ്യുന്ന പോലെ തന്നെ കമ്പനി സൈക്കിളും കമ്പനിയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളായ പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ്, KMP അവരുടെ റെമ്യൂണറേഷൻ, കമ്പനിയുടെ ബിസിനസ്, കമ്പനിയുടെ ഡയറക്ടർമാരുടെ ഡീറ്റെയിൽസ്, കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് എന്ന് തുടങ്ങുന്നു, കമ്മിറ്റി മീറ്റിംഗ് എന്ന് തുടങ്ങുന്നു, കമ്പനിയുടെ ലോൺ എത്ര, കമ്പനി ഇൻഡെപെൻഡൻസ് എത്ര, കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എത്ര, കമ്പനിയുടെ മേജർ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്താണ്, കമ്പനിയിലെ വേറെ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു, കമ്പനിയുടെ KMPയുടെ ഡീറ്റെയിൽസ്, ഇതുപോലെ കമ്പനിയുടെ തന്ത്രപ്രധാനമായ ഡീറ്റെയിൽസ് വർഷം തോറും രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നമ്മൾ ഫയൽ ചെയ്യണം. അതാണ് കുട്ടികളെ ആനുവൽ റിട്ടേൺ അണ്ടർ സെക്ഷൻ 92 ഓഫ് കമ്പനീസ് ആക്ട് 2013. കേട്ടല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരുപാട് ഡൗട്ട് കമന്റ്സിലേക്ക് ഇടുന്നുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട്, ഒരുപാട് വീഡിയോസ് കാണുന്നതിൽ സന്തോഷം. ഒരു ക്രാഷ് ക്ലാസ് ആണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ റെക്കോർഡിംഗ് ഇത് നടക്കുന്നുണ്ട്. പക്ഷെ അത് ഏത് ഫോർമാറ്റിലാണ് തരേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ചർച്ച നടക്കുന്നത്. പ്രത്യേകിച്ച് മെമ്പർഷിപ്പ്, യൂട്യൂബിൽ തന്നെ ഒരു മെമ്പർഷിപ്പ് സിസ്റ്റം ഉണ്ട്. അത് ചെയ്തിട്ട് അവർക്ക് ചെറിയൊരു വളരെ പെന്നിയായിട്ടുള്ള എമൗണ്ട് ചാർജ് ചെയ്ത് ചെയ്യണം. കാരണം ഫ്രീ ആയിട്ട് പറയുമ്പോൾ ഇത്രയും ലോഡാണ്. അതുകൊണ്ട് 12 മണിക്കൂറുണ്ട് ക്ലാസ് മൊത്തം. അപ്പോൾ 12 മണിക്കൂറിന് നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഇന്ററാക്ടിവിറ്റിയാണ്. അത് ഏത് ഫോർമാറ്റിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് വരും, ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ അത് വരും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ടോപ്പിക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി സാറ് തിരക്കിൻ്റെ ഇടയിൽ വന്ന് വൈകിട്ടാകുമ്പോൾ ഇങ്ങനെ ഓഫീസ് സമയത്ത് കഴിഞ്ഞ് രാത്രി നിങ്ങൾക്ക് ഒരു സെഷൻ എടുത്ത് തരാം കേട്ടോ. ഇങ്ങനത്തെ സെഷൻസ് വളരെ യൂസ്ഫുൾ ആണെന്ന് ഒരുപാട് പറയുന്നുണ്ട്. ഓഫീസ് ഭയങ്കര എഫക്റ്റീവ് ആയി, അബ്രീസ് പ്രോസ്പെക്ടസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ച് RHP ഇഷ്ടപ്പെട്ടു, കണ്ടില്ലാത്തത് നോക്കാം. പിന്നെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഡൗട്ട് ഉണ്ട്, ഒരുപാട് ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഓവർവ്യൂ എടുക്കാമെന്ന് ചോദിക്കുന്നു. അതെനിക്ക് തോന്നുന്നു നിങ്ങൾ യൂട്യൂബിൽ എൻ്റെ ചാനൽ സെർച്ച് ചെയ്യാനിട്ടാണ് ഒത്തിരി പേര് ചോദിക്കും. മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചു, അത് ഓൾറെഡി ഉണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും ഇൻകോർപ്പറേഷൻ, മീറ്റിംഗ്സ്, ചാർജ്, എനിക്ക് തോന്നുന്നു എന്താണ് PAS, പ്രോസ്പെക്ടസ് അലോട്ട്മെന്റ് സെക്യൂരിറ്റി, SCD, ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ്, നെഗോഷ്യബിൾ സബ്സ് ആക്ട്, ജനറൽ പ്രോസസ് ആക്ട്, പിന്നെ എനിക്ക് തോന്നുന്നു എന്താണ് ഇപ്പോൾ ഞങ്ങൾ കോൺട്രാക്ട് ആയിട്ട് ഒരുവിധപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സും, നിങ്ങൾക്ക് സിലബസിലുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഓവർവ്യൂ സാർ മലയാളത്തിൽ
ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നടക്കുന്നത് ചില സ്പെസിഫിക് ടോപ്പിക്ക് കുട്ടികൾ ചോദിക്കും, അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന പ്രത്യേക അഡ്ഹോക്ക് വീഡിയോസ് ഇതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എല്ലാം ഒന്നെടുത്ത് നോക്കുക കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാം എൻ്റെ ഉണ്ട് ഓൾറെഡി കേട്ടോ. അപ്പം സെർച്ച് ചെയ്ത് നോക്കുക. നെഗോഷ്യൻ ബിസിനസ് വളരെ ഫേമസ് ആണ്, എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് പേര് കണ്ട വീഡിയോ ആണ്. നോക്കി പ്രോത്സാഹിപ്പിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. എപ്പോഴും ഈ ചാനൽ നിങ്ങൾക്ക് CA ഇന്ററിന് ലോ പഠിക്കാനായിട്ട്, CA ഫൈനലിന് ലോ പഠിക്കാനായിട്ട് ഒരു സപ്പോർട്ടായിരിക്കും, ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കായിരിക്കും എൻ്റെ ചാനൽ. ഓക്കെ, മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. ഓക്കെ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. കാണാം.